السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم، فالصالحات قانتات حافظات للغيب بما حفظ الله. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيد السادات جئتك قاصدا، أرجو رضاك واحتمي بهماك، والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنت الذي لما توسل آدم من زلة بك فاز وهو أباك. يا سيد الثقلين يا كنز الغنى، جد لي بجودك وارضني برضاك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. يا مالكي كن شافعي في فاقتي، إني فقير في الورى لغناك. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ സൽപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സിറാജുൽ ഹുദ ദഫ് കമ്മിറ്റിയുടെ 27ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിജ്ഞാന വിരുന്നിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം, നാം ഇവിടെ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ, ഈ രാത്രിയിലെ സുഹൃതങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ഇൽമിന്റെയും ദിക്റിന്റെയും റാത്തീബിന്റെയും ഒക്കെ മജ്ലിസുകളിൽ സംബന്ധിച്ച് ഇരുലോക വിജയം നേടിയെടുക്കുന്ന നല്ല ആളുകളിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദഫ്രാത്തീബിനും മറ്റുമൊക്കെ നേതൃത്വം നൽകിയിരുന്ന കാരണവന്മാർ, അതിനെ സഹായിച്ചിരുന്ന സഹകരിച്ചിരുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, നമ്മിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി വിട പറഞ്ഞവർ, എല്ലാവരുടെയും സാന്നിധ്യങ്ങളിലേക്ക് നമ്മുടെ സദസ്സിന്റെ ബറക്കത്തുകൾ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനുഷ്യർ ഖിയാമത്ത് നാളിനോട് അടുക്കും തോറും, അല്ലെങ്കിൽ അവന് പുരോഗതി വരും തോറും, മനുഷ്യന്റെ സ്വഭാവം വളരെയധികം മാറ്റങ്ങൾ വന്ന് മറ്റു ജീവികൾ കണ്ടാൽ നാണിക്കും വിധം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം, കാരുണ്യം, സഹവാസം, സൗഹൃദം എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സൃഷ്ടിയായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. സഹോദരിമാര് ശബ്ദിക്കരുത്. അവരുള്ളിലൊരു ദഫ്രാത്തീബിലാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെന്നിട്ട് അവരോട് ഒച്ചുണ്ടാക്കാൻ പറയും. അവിടെ സ്വസ്ഥമായിരിക്കുന്ന സഹോദരിമാർക്ക് പോലും ഒന്നും കേൾക്കാൻ കഴിയില്ല. ഇവിടെ ഉസ്താദുമാരില്ലേ? മദ്രസയിൽ ഉസ്താദുമാരൊന്നും ഒക്കെ ലീവാ. ശബ്ദിക്കാതിരിക്കണം സഹോദരിമാര്. കുട്ടികൾ ശബ്ദിക്കാതെ അച്ചടക്കത്തോടുകൂടെ ഇരിക്കണം. വഅലിന്റെ മജ്ലിസാണ്, ഇൽമിന്റെ മജ്ലിസാണ്. അതിനുള്ള ബഹുമാനവും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. മനുഷ്യനെ കണ്ടാലും മനുഷ്യന് പേടിയാകുന്ന കാലം വന്നുപോയി. നിങ്ങൾ നോക്ക്, എത്ര പെട്ടെന്നാണ് മനുഷ്യന്റെ അവസ്ഥ മാറുന്നത്. ഒരു ചെറിയ സ്നേഹത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വൈകല്യങ്ങൾ നിറഞ്ഞ ഒരു പ്രേമത്തിന്റെ പേരിൽ ഈ ഒരൊറ്റ ആഴ്ചക്കിടയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ മാതാവും ബാക്കിയുള്ളവരും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷിയാകുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് കർണാടകയിലെ ബാംഗ്ലൂരിൽ വാടകക്ക് റൂമെടുത്ത് താമസിച്ച്, ഫ്ലാറ്റിൽ താമസിച്ച്, കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ചെറിയ കുട്ടിയെ കഷ്ണം കഷ്ണമാക്കി മാതാവ് മുറിച്ച് ബാഗിലാക്കി കൊണ്ടുപോയി. സഹോദരങ്ങളെ, ഏറ്റവും വലിയ സ്നേഹത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളായ മാതാവിനും പിതാവിനും സ്നേഹമില്ലെങ്കിൽ പിന്നെ ആർക്കായി ലോകത്ത് സ്നേഹം കൊടുക്കാൻ കഴിയുന്നത്? ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മക്ക് ആ കുട്ടിയോട് സ്നേഹം എന്ന് പറയുന്ന സംഗതി മരീചികയായി മാറുമ്പോ പിന്നെ ലോകത്ത് ആർക്കാണ്, ആരോടാണ് സ്നേഹം കാണിക്കാൻ കഴിയുന്നത്? ഒരു ചെറിയ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് അതിനെ കൊല്ലാൻ തോന്നിയാൽ ആ ഒരു മനുഷ്യന്റെ മൃഗീയമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. 6-ാം നൂറ്റാണ്ടിലേക്കാണ് നമ്മുടെ സമൂഹം തിരിച്ചു പോകുന്നത്.
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലെ കൂട്ടി ഓർമ്മപ്പെടുത്തി ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. തുടങ്ങിയതുപോലെ മടങ്ങി വരും. തുടങ്ങുന്ന സമയത്ത് ലോകത്ത് കിട്ടാക്കനിയായ ഒരു സംഗതിയായിരുന്നു സ്നേഹം. സ്നേഹം എന്തെന്ന് സമൂഹത്തെ അതിന്റെ നാനാ തുറകളിലൂടെയും വെളിച്ചം വീശി ജീവിതത്തിന്റെ നാൾവഴികളിലൂടെ പഠിപ്പിച്ച് സ്നേഹം മനുഷ്യരിൽ ഊട്ടിയുറപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടിയെ കണ്ടുകൂടാത്ത ഒരു സമൂഹം, ദാരിദ്ര്യത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു സമൂഹം അന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടാണ് തിരിച്ചുപോക്ക് നടക്കുന്നത്. കുട്ടികളെ കാണുമ്പോ ബാപ്പമാരുടെയും ഉമ്മമാരുടെയും മുഖത്ത് ഇതിനൊക്കെ തീറ്റിപ്പോറ്റി വളർത്തണമല്ലോ എന്നുള്ളൊരു ചുവയോടെയുള്ള സംസാരവും നോട്ടമൊക്കെ. എന്നാ പിന്നെ ആദ്യം തന്നെ വന്ധ്യംകരണം ചെയ്താൽ പോരെന്നില്ലേ? എന്നാ പിന്നെ മക്കൾ ഉണ്ടാവില്ലല്ലോ. പിന്നെന്തിനാ പരിപാടിക്കുന്നത്? മക്കളെ കൊണ്ട് ഭാരമാണെങ്കിൽ സഹോദരങ്ങളെ എന്തിനു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി? നല്ല അതബോധ ശിക്ഷണത്തോടെ വളർത്തേണ്ടതിന് പകരം ഭാരമാണ് എന്ന് പേരും പറഞ്ഞ് മക്കളെ കൊല്ലുകയും കൊല്ലാകൊല നടത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുക. നമ്മളിതൊക്കെ ചരിത്രത്തിൽ വായിച്ചിരുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിൽ അന്നായിരുന്നു ഈ ചരിത്രങ്ങൾ വായിച്ചിരുന്നത്. ഇന്നിപ്പോ ആൾക്കാരെന്താ പറഞ്ഞ IT യുഗന്നോ ജഹാലത്തിന്റെ യുഗം പുതിയ പേരൊക്കെ ഉണ്ട്. IT യുഗം. സ്നേഹം എന്തെന്നറിയാത്ത മനുഷ്യൻ എന്താ IT? സ്നേഹിക്കാൻ അറിയണ്ടേ? 1.5 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സഹോദരങ്ങളെ എങ്ങനെ കൊല്ലാൻ കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ് ആ ഒരു അരക്ഷിതാവസ്ഥ മനുഷ്യന് പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്? വൈരാഗ്യവും വിദ്വേഷവും വിട്ടുമാറാത്ത മനുഷ്യന്റെ കോലം. നിസ്കരിക്കുന്നുണ്ട്, എല്ലാരും നോമ്പ് നോൽക്കുമ്പോ കൂട്ടത്തിൽ നോമ്പ് നോൽക്കുന്നുണ്ട്. സഹോദര, മനസ്സിൽ നിന്ന് മനുഷ്യ സ്നേഹമുണ്ടോ? യഥാർത്ഥത്തിലുള്ള സ്നേഹമുണ്ടോ? അതാണ് ഏറ്റവും നല്ല സ്വഭാവം. കൂട്ടുകാരനെ കൊല്ലുന്നിടത്ത് ഒരു മടിയുമില്ലാത്ത കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. എത്ര കഥകളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സ്വന്തം പഠിക്കുന്ന കൂട്ടുകാരനെ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കൂട്ടുകാരനെ കൊല്ലാൻ തോന്നുന്നത്? ഒരു ശരിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് കൊല്ലാൻ കഴിയോ സഹോദരങ്ങളെ? മാതാവിന്റെ സ്നേഹം നോക്കിയിട്ട്, മാതാവ് മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം നോക്കിയിട്ട്, ഉമ്മാന്റെ സ്നേഹവും വാത്സല്യവും നോക്കിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സംഭവം കണ്ട് വീട്ടിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖഭാവം കണ്ടപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? അല്ലാഹുവിന്റെ റസൂലേ, മുറ്റത്തതാ ഒരു ഉമ്മ. ആ ഉമ്മയുടെ 2 പാർശ്വങ്ങളിലായി 2 മക്കളുണ്ട്. ആ മക്കൾക്ക് ക്ഷുത്തടക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് എന്റെ മുന്നിലേക്ക് വന്നു. എന്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് 3 ചുള കാരക്കയാണ്. 3 കാരക്ക ഞാൻ ആ ഉമ്മാന്റെ കയ്യിലേക്ക് എടുത്ത് നീക്കി. 2 കാരക്കകൾ ഓരോ കുട്ടിയുടെയും കയ്യിലേക്ക് ഉമ്മ കൊടുത്ത ശേഷം വിശന്ന് ഒട്ടിയ വയറുമായി വന്ന മാതാവ് ഒരു കാരക്ക എടുത്ത് തന്റെ വായിലേക്ക് വെക്കാൻ നോക്കുമ്പോ 2 ഭാഗത്തു നിന്നും 2 കൈകളാ ഉമ്മാന്റെ മടിയിലേക്ക് വീണ്ടും നീങ്ങി. 2 ഭാഗത്തുനിന്നും കുഞ്ഞിളം കൈകൾ ഇങ്ങനെ നീണ്ടു വന്നപ്പോ വായിലേക്ക് ആ ഒരൊറ്റ കാരക്ക വെക്കുന്നതിന് പകരം 2 പൊളിയാക്കി 2 മക്കളെ കയ്യിലേക്കും കൊടുത്തു. നബിയേ,
സ്നേഹവും വാത്സല്യവുമുള്ള മാതാവ് ആ കാരക്കയിൽ നിന്നൊരു ചെറിയ കഷ്ണം പോലും നാവിലേക്ക് വെച്ചു നോക്കി മധുരം നോക്കാത്ത ഉമ്മ, സ്വന്തം ശരീരത്തെക്കാളും പഷ്ണിയെക്കാളും സ്വന്തം മക്കളെ താല്പര്യത്തോടെ നോക്കുന്ന മാതാവ്, ആ ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും കണ്ടപ്പോ എന്റെ കയ്യിൽ അവർക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ എന്ന നിലക്ക് വല്ലാത്ത വിഷമത്തോടെ ഞാൻ ആ ഉമ്മാന്റെ സ്നേഹം നോക്കി നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആയിഷ അതറൗന ഹാദിഹിൽ മർഅത ത്വാരിഹതൻ വലദഹാ ഫിന്നാർ. ഈ ഉമ്മാന്റെ ഒക്കത്തിരിക്കുന്ന രണ്ട് മക്കളെയും ഈ സ്നേഹമുള്ള ഉമ്മ കത്തിയാളുന്നൊരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ ആയിഷ? എന്തൊരു സ്നേഹത്തോടെയാണ് സ്വന്തം വിശപ്പ് ഉമ്മ മറന്നുപോയത്. ആ മക്കളെ കൈകളിലേക്ക് തനിക്കുള്ള കാരക്കയും വെച്ച് നീട്ടിയത്. ഈ ഉമ്മ ഈ മക്കളെ കൈയൊഴിക്കുമോ? ഇല്ല നബിയെ, ഒരിക്കലുമില്ല. ഒരിക്കലും ഈ മക്കളെ ഈ ഉമ്മ കൈയൊഴിക്കുകയില്ല. എന്തൊരു സ്നേഹവായ്പോടെയാണ് നോക്കുന്നത്. എങ്കിൽ ആയിഷ ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഇവരെയും നമ്മയുമൊക്കെ സംവിധാനിച്ച റബ്ബില്ലേ, അല്ലാഹുവില്ലേ, ആ അല്ലാഹു അവന്റെ അടിമകളോട് ഇതിനേക്കാളും ദയാവായ്പുള്ളവനാണ്. അല്ലാഹു കാരുണ്യമുള്ളവനാണ്. പക്ഷേ സഹോദരേ, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ വാത്സല്യവും അല്ലാഹുവിന്റെ എല്ലാവിധ ഒത്താശയും കരുണയുള്ളവർക്കല്ലേ അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുന്നത്. മനുഷ്യരെ മനസ്സിലതിന് കാരുണ്യം വേണ്ടേ, സ്നേഹം വേണ്ടേ? സ്വന്തക്കാരോടും കുടുംബക്കാരോടും സ്വന്തം കൂടെ ജീവിക്കുന്നവരോടും സ്നേഹവും കാരുണ്യവും, അതുപോലെ തന്നെ സ്വന്തം കൂടെ ജീവിക്കുന്നവരെന്ന നിലക്കുള്ള ബഹുമാനവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. പുരുഷന്മാര് അവരുടെ മഹത്വം നിലനിർത്തുന്നതിനോടൊപ്പം ബാധ്യതകൾ നിർവഹിക്കുന്നതോടൊപ്പം യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സ്നേഹങ്ങൾ ആണുങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തിന്റെ പരിശുദ്ധി നിലനിർത്തുന്നതോടൊപ്പം അവരിൽ നിന്ന് ഉണ്ടാകേണ്ട സ്നേഹവും കാരുണ്യവും വാത്സല്യവും സ്ത്രീകളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ സ്നേഹവാത്സല്യം യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരേണ്ടത് ഉപ്പ ഉമ്മയുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരുമിച്ച് കൂടിയ ജീവിതത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അതുണ്ടായിത്തീരേണ്ടത്. മക്കൾ സ്നേഹം പഠിക്കേണ്ടത് എവിടുന്നാണ്? മക്കൾ സ്നേഹം പഠിക്കേണ്ടത് എവിടുന്നാണ്? മാതാപിതാക്കളിൽ നിന്നാണ്. ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് സ്നേഹമില്ലെങ്കിൽ എല്ലാ സമയത്തും അനാവശ്യത്തിന്റെ വിളിയുമായി, വെറുപ്പിന്റെ കണ്ണുമായി, തീക്കനലുകൾ നിറഞ്ഞ കണ്ണുമായിട്ട് തനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളതെന്തിന് നേരമാകുമ്പോ ഇരുന്ന് ഉണ്ണുന്ന, അതുപോലെ തന്നെ തന്റെ കാമം തീർക്കാനുള്ള നേരത്ത് കാമം തീർക്കുന്ന മനുഷ്യന് സ്വന്തം ഇണയെപ്പറ്റി എന്തൊരു സ്നേഹമാണ്. ഒരു സ്നേഹവും കാണിക്കാൻ കഴിയാതെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപഭോഗ വസ്തുവായി പലരും ഇണയെ കാണുന്ന കാലമാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ആണും പെണ്ണും ജീവിക്കേണ്ടത് രണ്ടും സ്നേഹത്തോടെയാണ്, രണ്ടും സഹകരണത്തോടെയാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നിങ്ങൾ മറന്നോ? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? നിങ്ങളെ കുടുംബത്തോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. വാന ഖൈറുക്കും ലിഅഹ്ലി. എന്റെ കുടുംബിനികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. എന്റെ കുടുംബിനികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. 9 പേരോടും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവൻ ഞാനാണ്. നല്ല സ്വഭാവം, അതിനാണ് സഹോദരങ്ങളെ മാർക്കുള്ളത്. ആ സ്നേഹമാണ് തലമുറയിലേക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്.
വീട്ടിലുള്ള കുട്ടികളോട് വാപ്പാനെ പറ്റി ഉമ്മാനെ പറ്റി കൂട്ടുകാരികൾ സംസാരിക്കുമ്പോ ഒരു കുട്ടി പറയാണ് മറ്റേ കുട്ടിയോട്, എന്റെ ബാപ്പ വീട്ടിൽ വരുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് പേടിയാ. എന്താന്ന് വെച്ചു, ബാപ്പ അടിക്കുന്നോന്നല്ല, അതിനേക്കാളും മൂർച്ചയേറിയ, മനുഷ്യൻ കേട്ടാല് അറപ്പോടെ തുപ്പിക്കളയുന്ന കുറെ പദപ്രയോഗങ്ങളുണ്ട് ബാപ്പാക്ക്. എന്തെങ്കിലും ഒന്നൊരു കുറവ് വന്നാ പിന്നെ ഉമ്മാനെ പറയുന്ന പറച്ചിന് കയ്യും കണക്കൂല. നിങ്ങളെ ബാപ്പ എങ്ങനെ നിസ്കാരത്തിനൊക്കെ മൂപ്പര് നല്ല സ്ട്രോങ്ങാ, നല്ല കാർക്കശ്യാണ്. പക്ഷെ നിസ്കാരത്തിൽ ആ സ്ട്രോങ് ഉള്ള ആൾക്ക് ഈ സ്വഭാവം ചേരൂല, ഒരിക്കലും ചേരൂല. എന്നിട്ട് എന്തൊക്കെയാണ് ബാപ്പ ഉമ്മാനെ വിളിക്കലെന്ന് സുഹൃത്ത് ചോദിക്കുമ്പോ, സ്വന്തം കൂട്ടുകാർ ചോദിക്കുമ്പോ, ഈ പെൺകുട്ടി ആ പറയുന്ന വാക്ക് കേൾക്കുമ്പോ മറ്റേ പെണ്ണ് ഇരിക്കുന്നിടത്ത് വെച്ച് വറക്കുകയാണ്, ശരീരം ഇങ്ങനെ പേടിച്ച് വറക്കുകയാണ്. ഇങ്ങനെ അല്ലാ, എന്റെ വാപ്പയൊന്നും ജീവിതകാലത്ത് ഒരിക്കലും അങ്ങനത്തെ ഒരു വാക്കുപോലും വിളിച്ചു. മറ്റേ കുട്ടി അത് പറയുമ്പോ, ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഒന്ന് കൂടാൻ വേണ്ടി, സൽക്കാരത്തിന് വേണ്ടി വരട്ടെ എന്ന് ചോദിക്കുമ്പോ ഈ പെൺകുട്ടിയെ മറ്റേ പെൺകുട്ടിയെ വീട്ടിലേക്കൊന്ന് സൽക്കരിക്കും. അപ്പൊ അതാ എന്റെ ബാപ്പ വരുന്നു. ബാപ്പ വന്നിട്ട് ആ പെൺകുട്ടിയുടെ ഉമ്മയോട് സംസാരിക്കുന്നതും പെരുമാറ്റങ്ങളൊക്കെ ആ കുട്ടി കാണുമ്പോ ആ കുട്ടി പറയാണ്, ഇതുപോലത്തൊരു ബാപ്പ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം, എന്റെ ഉമ്മ എന്തൊരു പാവാണ്. പക്ഷെ പാവപ്പെട്ട എന്റെ ഉമ്മാനെ ബാപ്പങ്ങനെ പറയുന്ന വർത്തമാനം കേൾക്കുമ്പോ ഒരു സ്നേഹവും ബാപ്പാനോട് തോന്നൂല. സഹോദരങ്ങളെ, ഭക്ഷണം കഴിക്കാനുള്ളത് നേരത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതല്ല കൂട്ടുജീവിതത്തിലെ ഭംഗി. അത് നമ്മുടെ മേൽ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണത്. അടുത്തൊരു തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്, അധ്വാനം എനിക്കുണ്ട്, ഇഷ്ടംപോലെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളുണ്ട്, അതൊന്നുമല്ല. മാന്യനായി മനുഷ്യനായി സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു കഴിവ്, അതാണ് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോഴേ നാടുകളിലൊക്കെ മനുഷ്യ സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ മനുഷ്യൻ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോർമുല കുറെ കാലം വാള് പറഞ്ഞാണ് പഠിപ്പിക്കാന്നല്ല, നമ്മളെ ജീവിതത്തിന്റെ ശൈലി നമ്മൾ നന്നാക്കണം. അതുകൊണ്ടാണ് പുരുഷന്മാരോട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. പെണ്ണുങ്ങളോട് പറഞ്ഞത് ഞാൻ പറയാം, ആണുങ്ങളോട് ആദ്യം പറയട്ടെ, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണം. എന്താ സഹോദരങ്ങളെ നല്ല രൂപത്തിൽ വർത്തിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവർക്ക് വെറുപ്പാകുന്ന ഒരു സംഗതിയും തന്നിൽ നിന്ന് ഉണ്ടാകരുത്. തന്റെ ഇണക്ക് വെറുപ്പാകുന്ന രീതിയിലുള്ള പെരുമാറ്റം, സ്വഭാവം, സമ്പർക്കം, അതുപോലെ തന്നെ മറുപടിയും സംസാരവും ഒന്നും ഉണ്ടാകരുത്. സദാസമയത്തും വീട്ടിലേക്ക് കയറി വരുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോഴും സംസാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതൊരു മുഖപ്രസന്നതയാണ്. പുഞ്ചിരി തൂകിക്കൊണ്ടുള്ള ഒരു സംസാരം അതിന്ന് അന്യമായിരിക്കുന്നു. അത് വേണ്ടത് അങ്ങാടിയിൽ കവലയിൽ കൂട്ടുകാരോടൊപ്പം ചായ കുടിക്കുന്നിടത്ത് മാത്രമല്ല, സുഹൃത്തിന്റെ കല്യാണപ്പുരയിൽ ഫോട്ടോ എടുക്കുന്നിടത്ത് മാത്രമല്ല, ഏതെങ്കിലും ആളുകൾ സെൽഫി എടുക്കുമ്പോ മുഖം ചിരിച്ച് ചിരിച്ചാ പോരാ, സ്വന്തം ഇണയോട് മുഖപ്രസന്നതയോടെ നോക്കാനും ചിരിക്കാനും സംവദിക്കാനും ഉള്ള കഴിവുണ്ടാകണം. അതാണ് യഥാർത്ഥത്തിലുള്ള കഴിവ്. സ്വന്തം ഇണയോട് സംസാരിക്കുമ്പോ ഇവന്റെ മുഖത്തൊരു 5-10 കിലോന്റെ കട്ടിയാ തൂക്കിയിരിക്കുന്നതിന് അഴുതുമില്ല. അവനെ കാണുമ്പോഴേക്ക് സംസാരിക്കുമ്പോഴേക്ക് ആ പരിസരത്ത് നിന്ന് 5 വയസ്സായ കുട്ടി ഒരു ഭാഗത്തേക്ക് പോകുന്നു, 7 വയസ്സായ കുട്ടി വേറെ ഭാഗത്തേക്ക് പോകുന്നു, കുറച്ചുകൂടി പക്കത്തെ കുട്ടികൾ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നതന്നല്ല. ആ പെരുമ്പട കഴിഞ്ഞോട്ടെ എന്നാ മക്കള് പറയുന്നത്, എന്നിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ ബാപ്പാന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞോട്ടെ. ചിലരൊന്ന് സ്വന്തം ഇണയോട് ചിരിച്ചു കിട്ടാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട്
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ 9 വീടുകളൊന്ന് കയറി ഇറങ്ങും തങ്ങൾ. നിങ്ങൾ നോക്ക് അവിടുത്തെ ഒരു സ്നേഹം എന്താണ്. 9 വീടുകളും 9 ഭാര്യമാരുടെ വീടുകളൊന്ന് അവിടുന്ന് കയറി ഒരു 10 മിനിറ്റ് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ച് റാഹത്തോടെ എല്ലാ ദിവസവും അസ്റിന്റെ ശേഷം. നമുക്ക് തിരക്കാലേ 2 മിനിറ്റ് സംസാരിക്കാൻ ഒഴിവില്ലല്ലേ. ഇനി അഥവാ ഒറ്റക്ക് കിടക്കുന്ന നേരത്താണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാണ്, അല്ല കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു, നമുക്ക് നാളെ പറയാം, അല്ലെങ്കിൽ മരിച്ചിട്ട് അവിടെ മാഷറിയിലെത്തിയിട്ട് പറയാം. നേരല്ലൊന്നും മുഖപ്രസന്നതയോടൊന്നും ഇരുന്ന് സംസാരിക്കാൻ തന്നെ നേരല്ല. പിന്നെ എന്ത് കൂട്ടുജീവിത. അസ്ർ നിസ്കാരം കഴിഞ്ഞ് ലോകത്തിന്റെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ സ്വഹാബത്ത് നോക്കാൻ തങ്ങൾ നേരെ കയറുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, സൗദാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി എല്ലാ വീടുകളിലും ഒന്ന് സന്ദർശിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ട് തങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ഉച്ചക്കോ രാവിലെയോ ഫ്രീ ഉണ്ട് എന്ന് കണ്ട 8-9 ഭാര്യമാരും അവിടെ നിർത്തും സംസാരിക്കാൻ. എന്താ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോ സംസാരിക്കാൻ നമ്മുടെ ഇണ വരാത്ത എന്താ? എന്തിനാ പോണ്? ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പിന്നെ അതിന് വേറെ ഇടങ്ങേറുണ്ടാക്കേണ്ടി വരും. മൂപ്പര് അവിടെ ഇരിക്കേ കടക്കേ ഉറങ്ങേ എന്തോ ആയിക്കോട്ടെ, നമ്മളെ ഫ്രീ ആക്കി തരലല്ലേ. 9 ഭാര്യമാരും തങ്ങൾ ഏതെങ്കിലും വീട്ടിൽ 10 മണിക്ക് എത്തിയിട്ടുണ്ട്, ഇന്ന് തങ്ങൾക്കൊരു ഫ്രീ ഉണ്ട് എന്ന് കണ്ടാൽ എല്ലാ വീട്ടിൽ നിന്നും അങ്ങോട്ട് വരും. എന്നിട്ട് ചുറ്റും ഇരുന്നിട്ട് വർത്തമാനം പറയും. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആ സ്നേഹം, ആ ഒരു സമ്പർക്കം എന്താണ്. സഹോദരങ്ങളെ, കൂട്ടുജീവിതത്തിലെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ. 9 പേരും ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ 9 ആള് സംസാരിക്കുമ്പോ കുറച്ചൊക്കെ ഒച്ചുണ്ടാവുമല്ലോ. നമ്മളെ വീട്ടിൽ 1-2 ഒരു ഇണയും 4-5 ആൾക്കാരായിട്ട് എന്തൊരു ഒച്ചുണ്ട്. 9 ആളിങ്ങനെ വർത്തമാനം പറയുമ്പോ ശബ്ദം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ലേ. എന്തെങ്കിലും പറ്റാത്ത സംസാരം വന്ന അപ്പോഴേക്ക് തങ്ങൾ നിയന്ത്രിക്കും. അങ്ങനെ പറയരുത് എന്ന് പറയും. നല്ല നല്ല സംസാരങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോ ശബ്ദം ഉയർന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോ തങ്ങളെ വീട്ടിൽ ാണല്ലേ ഒച്ച കേൾക്കുന്നത്, ഇത്രയും വലിയ ഒച്ച. അപ്പൊ നമ്മളെ ഉമ്മമാരിൽപ്പെട്ട ഏതോ ഒരു ഉമ്മ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി അകത്തേക്ക് പോയി, അകത്തുള്ള മുറിയിലേക്ക് പോയി. ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടല്ലോ. അതൊന്നുമല്ല, അത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞതാണ്. എല്ലാവരും കൂടി ഇരുന്നപ്പോ ഒരു ശബ്ദം ഉണ്ടായതാണ്. പിന്നെ എന്തേ അവർ നിർത്തിയത്? അപ്പൊ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ഉമ്മ പറഞ്ഞു, ഉമറേ, നിങ്ങളെ പേടിച്ച് നിർത്തിയതാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയോന്ന് പേടിച്ച് ഞങ്ങൾ നിർത്തിയിട്ട് ഉള്ളിലേക്ക് പോയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ പേടിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനല്ലേ നിങ്ങൾ പേടിക്കേണ്ടത്? അല്ല ഉമറേ, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല, ഞങ്ങളോട് ബഹുമാനത്തോടുള്ള ഒരു പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു, ഉമറേ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് പലർക്കും നിങ്ങളോടുള്ള പേടിയുണ്ട്, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ്. നിങ്ങളെ പേടി ശൈത്താന് വരെ നിങ്ങളെ പേടിയല്ലേ. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജിക്. നിങ്ങളൊരു വഴിക്ക് ഇറങ്ങിയാൽ ശൈത്താന് വേറെ വഴിക്ക് പോകും. നിങ്ങൾ പോകുന്ന വഴിക്ക് ക്രോസ് ആയിട്ട് ഒരിക്കലും ശൈത്താൻ വരൂല. നിങ്ങളെ പേടിയാ. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനാണ്, അതിൽ വിഷമിക്കൊന്നും വേണ്ട. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആ നിലക്കാണ് അകത്തേക്ക് പോയത്. എന്നോട് അവർക്ക് ബഹുമാനമില്ലാത്തതുകൊണ്ടല്ല, ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചുറ്റും ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു നേതാവിനെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കൂ സഹോദരങ്ങളെ. എന്തൊരു സമ്പർക്കമാണത്. എല്ലാ ദിവസവും വീട്ടിൽ അങ്ങനെ സന്ദർശിക്കുന്ന ഒരു നേതാവ്, ഒരു മിനിറ്റ് തങ്ങളെ ഏറെ കിട്ടിയാൽ അത്രയും സന്തോഷാണ്. നമ്മുടെ ഇണക്ക് നമ്മളോടുള്ള സഹവാസം സന്തോഷമാണോ, സ്നേഹമാണോ, അൽഹംദുലില്ലാ റാഹത്താണോ? വആശിറൂഹുന്ന ബിൽ മഅറൂഫ്.
പുരുഷന്മാരോട് അള്ളാഹുവിന്റെ കൽപ്പന ആണുങ്ങളോട് നല്ല നിലയിൽ അവരോട് കൂട്ടുജീവിതം നയിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, മാ ഹഖ്ഖു സൗജത്തി അഹദിനാ അലൈഹി, നബിയേ ഞങ്ങളിൽ ഒരാൾക്ക് അയാളുടെ ഇണയോടുള്ള ബാധ്യത എന്താണ്? തങ്ങൾ പറഞ്ഞു, അൻ തുത്ഇമഹാ ഇദാ തുഇംത, നീ ഭക്ഷിക്കുമ്പോൾ അവരെ നീ ഭക്ഷിപ്പിക്കണം. വതക്സുവഹാ ഇദക്തസൈത, നീ വസ്ത്രം പുതിയത് ധരിക്കുമ്പോൾ അവർക്കും വസ്ത്രം പുതിയത് വാങ്ങണം. നമ്മളെ കണക്കെങ്ങനെ? നമ്മൾ പറയും നിങ്ങൾക്ക് കുറെ പണിയും ശുഗലൊക്കെ ഉള്ള അവരോട് പറയും നിങ്ങൾക്ക് വർഷത്തില് 2 കൂട്ടം മതി. നിങ്ങൾക്കോ? എനിക്കൊന്നും പോരാ, എനിക്ക് മാസം 2 പുതിയത് വാങ്ങണം അല്ലേ? അവർക്കും വാങ്ങണം. നമ്മളൊരു സ്വാർത്ഥ താല്പര്യക്കാരാകാൻ പാടില്ലല്ലോ. നിങ്ങൾ വസ്ത്രം പുതിയ ധരിക്കല്ലേ, അവർക്കും വാങ്ങിക്കൊടുക്കണം. നിങ്ങളെ ഭാര്യക്കും നിങ്ങളെ ഇണക്കും വാങ്ങിക്കൊടുക്കണം. അല്ലെ നിങ്ങളത് വാങ്ങണ്ട, അപ്പൊ കണക്കാവുമല്ലോ. അല്ല നിങ്ങൾക്ക് മാത്രം ഒന്ന്, ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാൻ നിങ്ങളെ കൂടെ ആരുല്ലേ? കൂടുള്ളവരെ മറന്നോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വലാ തദ്രിബൽ വജ്ഹ, ആണുങ്ങൾ ശരിക്ക് കേൾക്കണം, വലാ തദ്രിബൽ വജ്ഹ, നീ നിന്റെ ഇണയുടെ മുഖത്തടിക്കരുത്. മുഖത്ത് നീ അടിക്കരുത്. ബാധ്യതയാ പറയുന്നത്, കടപ്പാടാണ്. സഹോദരങ്ങളെ, സ്വന്തം ഇണയുടെ മുഖത്തടിക്കുന്ന ഭർത്താവ്, മറ്റൊരു ഹദീസിൽ തങ്ങൾ പറഞ്ഞില്ലേ, നാണമില്ലേ പുരുഷ, പകലന്തിയോളം ചീത്ത പറഞ്ഞ് വേണ്ടുവോളം മുഖത്തൊക്കെ അടിച്ച് രാത്രിയാകുമ്പോ കയറി കിടന്നിട്ട് നിന്റെ ആവശ്യം നിർവഹിക്കാൻ നാണമില്ലയോ? ചീത്ത പറഞ്ഞിട്ട് അനാവശ്യം പറഞ്ഞിട്ട് അടിക്കേണ്ട രൂപത്തിൽ മുഖത്തൊക്കെ അടിച്ച് അങ്ങനെ നരകയാതന അനുഭവിപ്പിച്ചിട്ട് പിന്നെ നിനക്ക് നിന്റെ താല്പര്യങ്ങളൊക്കെ നിർവഹിക്കണമല്ലേ? എന്തൊരു മോശപ്പെട്ട സ്വഭാവമാണ്. വലാ തുഖബ്ബിഹ, മോശപ്പെട്ട ഒരു വർത്തമാനവും നീ സംസാരിക്കരുത്. ദുഷിച്ച ഒറ്റ വാക്കും നീ ഇണയോട് പറയരുത്. നഊദു ബില്ലാഹ്. സ്വന്തം ഇണയുടെ ബാപ്പക്ക് വിളിക്കുന്നവരില്ലേ? ബാപ്പ മരിച്ചു പോയിട്ട് വർഷം 10ആയി. എങ്ങനെ തോന്നുന്നു സഹോദരങ്ങളെ? ഉമ്മക്ക് വിളിക്കുന്നവരില്ലേ? ബാപ്പാന്റെ ബാപ്പക്ക് വിളിക്കുന്നവരില്ലേ? വല്യമ്മയെ വിളിക്കുന്നവരില്ലേ? എന്തെല്ലാമാണ് ചിലരുടെ വാക്കിലൂടെ വരുന്നത്. തങ്ങൾ പറയുന്നു, വലാ തുഖബ്ബിഹ, മോശപ്പെട്ട ഒരു വർത്തമാനം നിന്നിൽ നിന്ന് ഉണ്ടാകരുതേ. ഇതാണ് കൂട്ടുജീവിതത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞതാ. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം അന്വേഷിച്ച് വന്നപ്പോ സ്വഹാബത്ത് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, തങ്ങള് നിങ്ങളുമായിട്ട് ഇണചേരുന്ന സമയത്ത് സല്ലപിക്കുന്ന നേരത്തുള്ള അവസ്ഥകളൊക്കെ എങ്ങനെ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നല്ല മധുരമൂറുന്ന സംസാരം കൊണ്ടാണ് തങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം നടത്തിയിട്ട് സ്വല്ലല്ലാഹു അറിയാന്നല്ല, മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? മനസ്സിണക്കത്തിന്റെ ഏറ്റവും നല്ല മധുമൂറുന്ന സംസാരം. ആദ്യ രാത്രിന്റെ കഥല്ല പറഞ്ഞത്, എല്ലാ രാത്രിയിലും നല്ല വർത്തമാനം പറയും തങ്ങളെ. ഇണയുടെ താല്പര്യങ്ങളൊക്കെ തങ്ങൾ പരിരക്ഷിക്കും, സംരക്ഷിക്കും. ഞങ്ങളെ മനസ്സൊക്കെ തങ്ങൾ സംസാരിച്ചിട്ട് നല്ല റാഹത്തിലാക്കും. എന്തെങ്കിലും മനക്ലേശം ഞങ്ങൾക്കുണ്ട് എന്ന് തോന്നിയാൽ സംസാരത്തിലും തങ്ങളെ പ്രകൃതിയിലും സമീപത്തിലും അത് മുഴുവനും തേച്ചു മാച്ച് കളയുന്ന പെരുമാറ്റം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ചില ആൾക്കാർ മിണ്ടന്നല്ല, മുറാദൊക്കെ എത്ര ഹാസിലായിട്ടുണ്ടാവും, പക്ഷെ മിണ്ടന്നല്ല. അവരെ മുറാദുകളൊക്കെ എത്ര ഹാസിലായിട്ടൊരു മുണ്ടന്നല്ല. എന്നാ നിങ്ങൾ നോക്ക്, അവർക്ക് സംസാരിക്കാൻ അറിയാത്തൊന്നുണ്ടല്ല. അവരവരെ മൊബൈലിലൂടെ അന്യ പെണ്ണുങ്ങളോട് ചാറ്റിങ് നടത്തിയെടുത്ത് ചിലപ്പോൾ മത്സരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ഥാനം അവൽക്കരിക്കും. ഹറാമായ ആരാന്റെ പെണ്ണുങ്ങളോട് ആരാന്റെ മക്കളോട് ചാറ്റിങ് നടത്തിയിട്ട് കിന്നാരം പറയുന്നതെങ്ങാനും പുറത്തു വന്നാല് ഇങ്ങനൊക്കെ സംസാരിക്കാൻ ഇവന് കഴിയോന്ന് ആൾക്കാര് അത്ഭുതപ്പെട്ടു.
അതും പച്ച ഹറാമ്. അതേ സമയത്ത് അള്ളാഹു ഹലാലാക്കി കൊടുത്ത ഇണയോട് ഒന്ന് മധുരമൂറുന്ന രീതിയിൽ 2 വർത്തമാനം പറഞ്ഞ് സന്തോഷങ്ങൾ പറയാൻ അതിന് അള്ളാഹു തആല എത്ര കൂലി തരുന്നത്? അങ്ങനെയാണ് തങ്ങൾ എന്നും തങ്ങൾ വന്ന നല്ല സംസാരങ്ങൾ സംസാരിച്ച് ഞങ്ങളും തിരിച്ച് തങ്ങളോടങ്ങ് സംസാരിക്കും. അങ്ങനെ നല്ല സംസാരങ്ങളുമായിട്ട് ഇണചേരലിന്റെ തുടക്കം, ശാരീരിക സ്പർശനം. തങ്ങള് ശരീരത്തിന് എന്തെല്ലാം സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഹലാലായ സുഖങ്ങൾ, ഞങ്ങൾക്കും ആ സുഖങ്ങൾക്ക് വേണ്ടി തങ്ങൾ എല്ലാ അവസരങ്ങളും ഒരുക്കിത്തരും. എല്ലാ സന്ദർഭങ്ങളും തങ്ങളിൽ നിന്നുണ്ടാകും. ഒരിക്കലും തങ്ങളുടെ താല്പര്യം മാത്രമാണ് തങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് ഒരു സമ്പർക്കത്തിലും പറയാൻ കഴിയൂല. സഹോദരങ്ങളെ, സമ്പർക്കത്തിന്റെ ഭംഗിയാണ്, ശൈലിയാണത്. ഒരിക്കലും അനാവശ്യ വർത്തമാനം പറയരുത്. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈതി. ആണുങ്ങളോട് പറയുന്നു, എന്തെങ്കിലൊക്കെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിയിൽ മാത്രം ഒതുങ്ങണം, കിടപ്പറയിൽ മാത്രം ഒതുങ്ങണം. ആ പിണക്കവും സൗന്ദര്യ പിണക്കവും ഇപ്പൊ നാട് നിങ്ങൾ അറിയാണ്. ചില വീടുകളില് ഭാര്യക്ക് ഒരടുപ്പ്, ഭർത്താവിനൊരടുപ്പ്. ഒരേ വീട്ടിൽ 2 അടുപ്പ്. ആ പിണക്കറിയാത്തൊരു ലോകത്താരെങ്കിലും ഉണ്ടാകും? ഭാര്യയും ഭർത്താവും പിണങ്ങി. എന്നാ പിന്നെ പിണങ്ങിയിട്ട് ഇയാള് ആ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം വല്ലതും കഴിക്കാത്തോണ്ടോ? കഴിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന സ്വന്തം കുടുംബിനിയോട് പിണക്കൊക്കെ മാറ്റിയിട്ട് നല്ല റാഹത്തോടുകൂടെ ജീവിക്കാൻ കരുതിയാൽ അത് അങ്ങനെ തന്നെയൊക്കെ നടക്കുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ. മസ്ലഹത്തിന് ആരെങ്കിലും വന്നാൽ സ്വീകരിക്കൂല. എന്തെങ്കിലൊക്കെ സൗന്ദര്യ പണക്കുണ്ടെങ്കിൽ അതാ മുറിയിൽ ഒതുങ്ങണം. ഇപ്പുറത്തെ മുറിയിലേക്ക് അത് വരരുത്. മക്കളിലേക്ക് ആരിലേക്കും അത് വരരുത്. സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങളിലേക്കൊന്നും അത് അറിയരുത്. അറിയാത്ത രൂപത്തിൽ തന്നെ ആ പിണക്കങ്ങൾ മാറുകയും വേണം. അതിനാണ് സൗന്ദര്യ പിണക്കെന്ന് പറയാം. ഉണ്ടായാല് അത്രേ പിണക്കുണ്ടാകാവൂ. അത് കുറച്ച് ഞങ്ങൾ എന്താ ഒന്നൊന്നും ഉണ്ടാത്തത്? അപ്പൊ എന്തോന്ന് സംഗതി ഉണ്ടായിക്കണല്ലോ, എന്താ ഒന്നും ഉണ്ടാത്ത? ഒന്നുമല്ല, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാലും എനിക്ക് ഉറപ്പ് അങ്ങളതിൽ എന്തോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുന്നു. അത് സംഗതി അങ്ങനെയല്ല, അതിങ്ങനെ അങ്ങനെ എന്നാ പ്രശ്നമല്ല, കഴിഞ്ഞു. അത് അവിടെ കഴിഞ്ഞു. പിന്നെ അത് 1 മാസം 2 മാസം 1 കൊല്ലം 2 കൊല്ലം ഒന്നും ആകുന്നില്ല. ചിലര് ആലോചിച്ച് നോക്ക്, നിങ്ങള് വർഷങ്ങളോളം നീണ്ട പിണക്കങ്ങളാ. എന്നാ പിന്നെ കാര്യങ്ങളും ഉപകാരങ്ങളൊക്കെ അത് അതിന്റെ കൃത്യം പോലെ നടക്കുന്നുണ്ട്. വസ്ത്രങ്ങളൊക്കെ ആ വീട്ടിൽ തന്നെ മാറുന്നത്, അത് സ്വന്തം ഇണ തന്നെ അലക്കുന്നത്, ആ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നത്, കിടന്നുറങ്ങുന്നത്, ആ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, കാര്യങ്ങളൊക്കെ തന്നെ. അതിനൊന്നും കുറവില്ല. പക്ഷെ മിണ്ടൂല. അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വലാ തഹ്ജുറ ഇല്ലാ ഫിൽ ബൈത്ത്. തങ്ങൾ പറഞ്ഞു, പിണക്കം വരികയാണെങ്കിൽ ആ പിണക്കം വീട്ടിന്റെ ഉള്ളിൽ, ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് അത് നീങ്ങാൻ പാടില്ല. ആ വീട് വിട്ട് വേറെ വീട്ടിലേക്ക് അത് പോകാൻ പാടില്ല. അത്രയും കറക്റ്റായ രീതിയിലാകണം. സഹോദരങ്ങളെ, സ്വഭാവത്തിന്റെ സൗന്ദര്യമാണ് ഈ പഠിപ്പിച്ചത്. ഇതാണ് ആണുങ്ങളോട് പറഞ്ഞത്, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. നല്ല രൂപത്തിൽ നിങ്ങൾ സ്ത്രീകളോട് വർത്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുമാറ്റത്തിന് തങ്ങൾ നൽകിയ മാർക്കറിയുമോ? ഇന്നാ അക്മലൽ മുഅ്മിനീന ഈമാനൻ. വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായ ആളുകൾ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വഅൽതഫുഹും ബിഅഹ്ലിഹി, കുടുംബത്തോട് ദയ കാണിക്കുന്നവരാണ്. സ്വന്തം കുടുംബത്തോട്, ഭാര്യ സന്താനങ്ങളോട് നല്ല ദയാവായ്പുള്ളവരാണ്. സഹോദരിമാരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, അയ്യുൻ നിസാഇ ഖൈറുൻ. 2 കൂട്ടരുടെയും പെരുമാറ്റം നന്നാകണമല്ലോ, അപ്പോഴാണ് മക്കൾ സ്നേഹം പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ 4 പെൺകുട്ടികള്, അവരാണല്ലോ കൂടുതൽ കാലം തങ്ങൾക്ക് ജീവിക്കാൻ കൂടെ ഉണ്ടായത്. ആ 4 പെൺമക്കൾ
പെൺമക്കളിൽ നിന്ന് ലോകത്തുള്ള ആളുകൾ സ്നേഹം പഠിച്ചിട്ടുണ്ട്. ആ 4 മക്കൾക്കും എവിടുന്നാണ് സ്നേഹം അറിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അവിടുത്തെ ഇണയായ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും. അവരിൽ നിന്നാണ് ഈ മക്കൾക്ക് സ്നേഹം കിട്ടിയത്. അവരിൽ നിന്നാണ്. അബൂലഹബിന്റെ 2 മക്കളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പുത്രിമാരെ കല്യാണം കഴിച്ചിരുന്നത്. അബൂലഹബിന്റെ 2 മക്കൾ ഉത്ബയും മുത്തൈബയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളെ കല്യാണം കഴിച്ചിരുന്നു ഓരോരുത്തര്. ഉമ്മു കുൽസൂം ബീവിയെയും റുഖിയ ബീവിയെയും റളിയല്ലാഹു അൻഹുമാ. അബൂലഹബിനെ പരാമർശിച്ചുകൊണ്ട് സൂറത്ത് ഇറങ്ങിയപ്പോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് ഇറങ്ങിയപ്പോ ബാപ്പ വിളിച്ചിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ആ കുട്ടികളെ ത്വലാഖല്ലണം. ആ 2 മക്കളും പറഞ്ഞെന്താന്നറിയോ? ഉപ്പ അന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ ത്വലാഖില്ലിയതാണ്, ഒഴിവാക്കാൻ പറ്റിയ ത്വലാഖെല്ലാം പറ്റിയ മക്കളല്ലാതെ. ആ പെൺകുട്ടികൾ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റിയ മക്കളല്ല. അത്ര സ്നേഹം തരുന്ന, അത്ര സന്തോഷം തരുന്ന കുട്ടികളെ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. എവിടുന്നാണ് ആ മക്കൾ സ്നേഹം പഠിച്ചത്? ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കള് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോ നമ്മുടെ സ്നേഹത്തിന്റെ കുറവും, നമ്മുടെ വാത്സല്യത്തിന്റെ കുറവും, നമ്മുടെ പെരുമാറ്റത്തിന്റെ ദൂഷ്യമൊക്കെ ആ വീട്ടിലും നമ്മുടെ മക്കളിലൂടെ പുറപ്പെടുകയാണ്. അങ്ങനെയാണ് പിന്നെ ബന്ധങ്ങൾക്ക് തകരാറ് വന്നിട്ട് ആ കുട്ടി ഒരു പക്ഷെ ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി എനിക്ക് ഇനി അങ്ങോട്ട് പോകാനാകൂല എന്ന് പറയുന്നത്. നമ്മളൊരു കുറവോടുണ്ടാകരുത്. നമ്മളെ ജീവിതത്തിൽ നിന്ന് അവർ പഠിക്കുന്ന സ്നേഹം, യഥാർത്ഥ സ്നേഹം നമ്മളെ ജീവിതത്തിൽ നിന്നല്ലേ അവർ അദബ് പഠിക്കേണ്ടത്. നമ്മളെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അവർ സ്നേഹവും പഠിക്കേണ്ടത്. നമ്മളെ പെരുമാറ്റത്തിൽ നിന്നാണ് അവർ പെരുമാറ്റം പഠിക്കേണ്ടത്. അപ്പനാ ജീവിതം പറ്റൂല. അത് മോഡേണായിട്ട് പലയിടത്തും വന്നിട്ടുണ്ട്. ബാപ്പ ഒരു രൂപത്തില്, ഉമ്മ ഒരു രൂപത്തില്, മകള് വേറെ രൂപത്തില്, മകന് വേറെ രൂപത്തില്. അപ്പനാ ജീവിതം അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിതം. കൂട്ടുജീവിതത്തിലെ സ്നേഹത്തിന്റെ ഭംഗി. അതിന് ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾ നല്ല സ്വഭാവം സ്വീകരിക്കണം. അയ്യുന്നിസായി ഖൈറുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ. പുരുഷന്മാരെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പുരുഷന്മാര് സ്വന്തം ഇണയോട് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന, കടപ്പാടുകൾ നിർവഹിക്കുന്ന നല്ല പുരുഷന്മാരാണ്. അതേ സമയത്ത് സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീകളാരാണ്? തങ്ങൾ പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നളറ, സ്വന്തം ഇണയൊന്ന് നോക്കിയാൽ സന്തോഷം പകരുന്ന പെണ്ണാണ്. നോട്ടത്തിൽ തന്നെ സന്തോഷമുണ്ടോ? ഉണ്ട്. ഒന്ന് നോക്കുമ്പോഴേക്ക് സന്തോഷം പകരാനുള്ള കഴിവ് ഉമ്മമാരെ നിങ്ങളിൽ ഉണ്ടാകണം, സഹോദരിമാരെ ഉണ്ടാകണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്ത്രീകളുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചപ്പോ 10 തരം സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്. ആ 10 തരം സ്വഭാവമുള്ള സ്ത്രീകളും 10 ജീവികളുടെ സ്വഭാവത്തോട് സാദൃശ്യപ്പെട്ടവരാണ്. ഞാനത് പറയാം. ആ സ്വഭാവങ്ങളൊന്നും നമുക്ക് യോജിച്ചതല്ല, നമുക്കുചിതമായതല്ല. നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാം. നല്ല സ്വഭാവത്തിന്റെ രൂപമാണ് അല്ലത്തി തസുറുഹു ഇദാ നളറ, നോക്കിയാലൊന്ന് സന്തോഷം. ഭർത്താവ് ഒന്ന് വീട്ടിലേക്ക് വന്നു, ഒന്നിങ്ങനെ നോക്കി ഇണയുടെ മുഖത്ത് നോക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് മനസ്സിലൊരു വിഷമം കൊണ്ട്, ഒരു ബേജാറും കൊണ്ടേന്ന് വന്നിരുന്നു. പക്ഷെ ഇണയുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴേക്ക് സന്തോഷായി. അവിടുന്ന് ഇങ്ങോട്ട് സന്തോഷം പകരണം, സ്നേഹം പകരണം, സന്തോഷം പകരണം. ആ രീതിയിൽ ഒരു നോട്ടം നോക്കുമ്പോഴേക്ക് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അതിന് വിധേയപ്പെടണം, അനുസരിക്കണം. ആ അനുസരണത്തിന്റെ ഭംഗിയും ശക്തിയും കുറഞ്ഞു പോകരുത്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിൽ ഭർത്താവിനോട് എതിരാകരുത്. വലാ ഫീ മാലിഹാ, അവളുടെ സമ്പത്തിലും എതിരാകരുത്. ബിമാ യക്റഹു, ഭർത്താവ് വെറുക്കുന്ന ഒന്നുകൊണ്ട് എതിരാകരുത്. സ്വന്തം ശരീരത്തിൽ ഭർത്താവിന് വെറുക്കുന്ന
കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ സംഗതി ആ പെണ്ണ് നീക്കേണ്ടതുണ്ട്. ഭർത്താവിന് നല്ല യോജിപ്പുള്ള രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖൈറായ ഹലാലായ രീതിയിൽ വിധേയപ്പെട്ടു കൊടുക്കണം. നല്ല സന്തോഷത്തോടുകൂടെ ഭർത്താവ് സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിന് വരുമ്പോ മടിയായി ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കൊന്നും നിന്നു കൊടുക്കാതെ, ഭർത്താവിന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി കൊടുക്കാതെ മറ്റുള്ള പലരോടും ബന്ധങ്ങളും പ്രേമങ്ങളും സ്ഥാപിച്ച് സ്വന്തം ഭർത്താവിന് വിഷമങ്ങളും കാര്യങ്ങളും വരുമ്പോ സാമ്പത്തികമായി ഒരു നിലക്കും സഹായിക്കാതെ സഹകരിക്കാതെ സ്വാർത്ഥതയുമായി കഴിയുന്ന പെണ്ണാകരുത്. ജീവിതമല്ലേ, കൂട്ടുജീവിതമല്ലേ, ശരീരം കൊണ്ട് സഹകരിക്കും പോലെ സമ്പത്ത് കൊണ്ടും സഹകരിക്കേണ്ടതുണ്ട്. അതും സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സമ്പത്ത് കൊണ്ട് ഭർത്താവിന് എതിരാകുന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോ ഒരിക്കലും വഞ്ചനാ രൂപത്തിലോ അക്രമത്തിന്റെ രൂപത്തിലോ ഒരു കാര്യങ്ങളും ഭർത്താവിനോട് വിയോജിച്ചുകൊണ്ട് ഭാര്യയിൽ നിന്ന് ഉണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല. അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ, ഒരു പെണ്ണ് 5 വക്ത് നിസ്കാരം നിസ്കരിച്ചു, സുന്നത്തൊന്നും തങ്ങൾ എണ്ണിയില്ല, 5 വക്ത് നിസ്കാരം. വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ മാസം നോമ്പ് നോറ്റു, സുന്നത്ത് നോമ്പും അവിടെ എണ്ണിയിട്ടില്ല കേട്ടോ. വഅഹ്സനത്ത് ഫർജഹാ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൂന്നാമത്തത് സ്വകാര്യത കാത്തു സൂക്ഷിച്ചു. സ്വകാര്യത മറ്റുള്ളവർക്ക് പണയം വെച്ചില്ല. ഇവിടെ ഭക്ഷണവും ഇവിടെ താമസവും തന്റെ സ്വകാര്യതയും തന്റെ പ്രേമവും വേറൊരാളോട്. മക്കള് 3 എണ്ണമായി, 4 എണ്ണമായി, 5 എണ്ണമായി. എത്ര ഇടങ്ങേറാ സഹോദരങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇവിടെ എല്ലാ ചെലവും ഭക്ഷണവും മറ്റുമൊക്കെ. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ സ്വകാര്യത മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് നല്ല പെണ്ണല്ല, ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പെണ്ണല്ല. നിസ്കാരവും നോമ്പും പറഞ്ഞു മൂന്നാമത് എണ്ണിയത് നോക്ക് നിങ്ങള്. വഹസനത്ത് ഫർജഹാ, സ്വകാര്യത കാത്തു സൂക്ഷിച്ചു, പരിരക്ഷിച്ചു. വഅതഅത് ബഅലഹാ, ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു. ഭർത്താവ് എല്ലാ നിലക്കും ചെലവ് കൊടുക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഭർത്താവ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി, മാറ്റി പുറത്തിറങ്ങിപ്പോയി തന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും യാത്രകളും മറ്റുമൊക്കെ നിർവഹിച്ച് പോകേണ്ടിടങ്ങളിലൊക്കെ പോയി കാണേണ്ടവരൊക്കെ കണ്ട് അതിനൊക്കെ ഫ്രീഡം എനിക്കുണ്ട് എന്നൊക്കെ വാദിച്ച് വേണമെങ്കിൽ അതിനേതെങ്കിലും ഒരു സപ്പോർട്ടും സ്ഥാപിച്ച് അങ്ങനെ ജീവിക്കുന്ന പെണ്ണിനെ പറ്റിയല്ല പറഞ്ഞത്. ഭർത്താവിന് അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. ഖൈറായ ഏത് മേഖലയിലും അനുസരിക്കണം. ഇസ്ലാം ദീന് വിലക്കിയ ഒരു കാര്യങ്ങളും അനുസരിക്കാൻ പാടില്ല. ഇസ്ലാം അനുശാസിക്കുന്ന അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം. ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്ത്, ആ പെണ്ണിന് സ്വർഗ്ഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാം. ഏത് കവാടവും ആ പെണ്ണിന് തുറക്കപ്പെടും. ഈ 4 സ്വഭാവങ്ങളുള്ള പെണ്ണിന് ഉമ്മമാരെ നിസ്കാരം മാത്രം പോരാ, നോമ്പ് മാത്രം പോരാ, സ്വകാര്യത പരിരക്ഷിക്കുന്ന സ്വഭാവം വേണം. സ്വകാര്യത സൂക്ഷിക്കുന്ന സ്വഭാവം വേണം. അത് ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു പ്രത്യേക ഉപദേശമാണ്. നിങ്ങളെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ആര് വിളിച്ചാലും അവരാ വിളിച്ചു അവരോട് പറയേണ്ടത് പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഒരു ബന്ധം പുലർത്തുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എത്ര കുടുംബജീവിതങ്ങളാ തകർന്നത്. അപ്പൊ ഈ പെണ്ണിന് തോന്നുന്നു നല്ലോണം സംസാരിക്കുന്ന ആളാണല്ലോ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ, ഒന്നുകൂടി വിളിച്ചു. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് തോന്നി ഇത് ഒരു വല വിരിച്ചാല് വലയിൽ കുടുങ്ങുന്ന ഒരു മീനാണല്ലോ, മത്സ്യമാണല്ലോ, ഒന്നുകൂടി വല വിരിക്കാൻ തോന്നി. അയാൾ പിന്നെയും നേരം നോക്കി വിളിച്ചു, പിന്നെയും ഇവിടുന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞു, പിന്നെയും വിളിച്ചു മറുപടി പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചന്റെ സംസാരം കൊണ്ട് 25 വർഷമുള്ള ജീവിതം നഷ്ടപ്പെട്ടു. മക്കള് 4 എണ്ണം. നമ്മൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് സ്വകാര്യത സൂക്ഷിക്കാത്തതിന്റെ ഒറ്റ കുഴപ്പാണ്.
4 മക്കളെയും വഴിയാധാരമാക്കിയിട്ട് ആ പെണ്ണിറങ്ങി. അപ്പുറത്താ ഭർത്താവിന് 5 മക്കൾ, വിവാഹപ്രായമെത്തിയ 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 കുട്ടികളും അവരെ വഴിയാധാരമാക്കിയിട്ട് ആ ഭർത്താവ് ഇറങ്ങി. ലാസ്റ്റ് എന്താ ജീവിതത്തിന്റെ ഗതി ഉണ്ടായത്? പിന്നെ അവർ പൊരുത്തക്കേടിലായിട്ട് രണ്ട് ഭാഗത്തായി തൂങ്ങി. അല്ലാഹു തആല കൊടുത്തൊരു ശിക്ഷ നോക്ക് നിങ്ങൾ. ഹലാലായ നിലക്ക് സന്തോഷമുള്ള ജീവിതം കൊടുത്തിട്ട് സ്വകാര്യത പരിരക്ഷിക്കാനുള്ള കഴിവ് വേണം സഹോദരിമാരെ. അതാർക്കും പരിചയപ്പെടുത്തരുത്, ആർക്കും പണയപ്പെടുത്തരുത്. സ്വന്തം ഇണക്ക് വേണ്ടി അല്ലാഹു തആല ഹലാലാക്കിയ എന്തെല്ലാം സൗകുമാര്യതകൾ നിങ്ങളിൽ അല്ലാഹു തആല തന്നിട്ടുണ്ടോ, മറ്റൊരാളെ മുന്നിൽ അത് പരിചയപ്പെടുത്തരുത്, പണയപ്പെടുത്തരുത്. വശ്യമായ സംസാരം, സ്നേഹപരമായ സംസാരം, കൊഞ്ചിക്കുഴയുന്ന സംസാരം, അതിനല്ലാഹു നിങ്ങൾക്ക് ആളെ തന്നിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഇണ. വേണ്ടുവോളം നിങ്ങൾക്ക് സംസാരിക്കാം. ആ സംസാരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോ അവരെ ശരീരത്തിലുള്ള പിശാച് മൂർച്ച കൂട്ടുന്നു. അവരുടെ കൂടെ ജീവിക്കുന്ന ഇണയെ കൈയഴിച്ചുകൊണ്ട് ഇപ്പുറവും അപ്പുറവും ബന്ധിപ്പിക്കുന്നു. പാടില്ല സഹോദരങ്ങളെ. അനുസരണം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭർത്താവിനെ അനുസരിക്കുന്നത് കൊണ്ട് ഭാര്യ സ്വർഗത്തിലെത്തുന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അനുസരണം കൊണ്ട് ഭാര്യക്ക് മാത്രമല്ല, ഭാര്യയുടെ ഉപ്പക്കും ഉമ്മക്കും വരെ അല്ലാഹു സ്വർഗം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്തൊക്കെയുള്ള അനുസരണം നോക്ക് നിങ്ങൾ. ഇന്ന് പലതിന്റെയും പേര് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാര് ജോലി മതിയാക്കിയിട്ട് ക്ഷീണം കൊണ്ട് ഉച്ചക്ക് വീട്ടിൽ വന്നു നോക്കുമ്പോ ഉച്ചക്ക് ആളെ കാണുന്നില്ല. കാരണം ഫോൺ വിളിച്ചിട്ടൊന്നുമില്ല, വരുന്ന വിവരൊന്നും കിട്ടിയിട്ടില്ല. ഭർത്താവ് സാധാരണ 5:30-6 മണിക്കാണ് എത്താറുള്ളത്. അത് കണ്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ട്? അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, തേങ്ങാ പുണ്ണാക്ക് ഫെസ്റ്റിവല്. കാണുന്ന പോസ്റ്റർ ഒട്ടിച്ച മുഴുവൻ ആഘോഷങ്ങൾക്ക് ഇറങ്ങാൻ. എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോടൊക്കെ കിന്നരിക്കുക. പിന്നെ എന്ത് കൂട്ടുജീവിത, എന്ത് സ്നേഹജീവിതാണ്, എന്ത് സന്തോഷമുള്ള ഇസ്ലാമിക ജീവിത സഹോദരങ്ങളെ. തിരിച്ചു വന്നു നോക്കി ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിൽ ആരുമില്ല. വിളിച്ചു നോക്കുമ്പോ താക്കോൽ അവിടെ ഉണ്ട്. ഞാൻ അർജന്റായിട്ടൊരു സംഗതിക്ക് പുറത്തിറങ്ങി പോകുന്നതാണ്. എവിടെയുള്ളത്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അർജന്റ് എന്താ അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാഹനം എടുത്ത് പോയി നോക്കുമ്പോ ഭർത്താവ് കാണുന്ന കാഴ്ച എന്താ പറയുക? നിങ്ങൾ ഫെസ്റ്റിവലിന് പോയോർത്തുനിന്ന് ഒരു കസേര അപ്പുറത്തും ഇപ്പുറത്തിട്ട് ഒരാളോട് അങ്ങനെ കിന്നരിക്കുക. അപ്പൊ അപ്പുറത്തുള്ള ആള് മൊബൈലിലൂടെ ഇപ്പുറത്തേക്കും ഇപ്പുറത്തുള്ള ആൾ അപ്പുറത്തേക്കൊക്കെ എല്ലാ കണക്റ്റും ചെയ്ത് സംഗതി നടന്ന് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ കാലേ ആ ഭർത്താവിന്റെ കൂടെ ആ ഭാര്യ ജീവിക്കുന്നുള്ളൂ. ഇത്രയും കാല ജീവിതത്തിന് കൊടുത്ത നന്ദികേടാണ്. പുറത്തിറങ്ങേണ്ട ഒരാവശ്യമില്ല. അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങണം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്കൊന്നല്ല ഇപ്പൊ പുറത്തിറങ്ങുന്നത്. അനുസരണക്കേടിന്റെ പര്യായങ്ങളായി മാറരുത് സഹോദരിമാരെ. ദയവ് ചെയ്ത് നമ്മുടെ തലമുറയായി വളർന്നു വരുന്ന മക്കളില്ലേ, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊരു സുഖവും ലഭിക്കൂല. നല്ല നിലക്ക് നമ്മൾ അവർക്ക് ജീവിതം മാതൃകയാക്കി കൊടുത്തെങ്കിലേ അവരെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് ലഭിക്കൂ. ഭക്ഷണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം മക്കൾ അനുസരിച്ച് നന്നാകുമെന്ന് കരുതരുത്. നിങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്ന് മാത്രം കൊണ്ട് അവരനുസരിച്ച് നന്നാകുമെന്ന് കരുതരുത്. ഏറ്റവും വലുത് നിങ്ങളുടെ ജീവിതത്തിന്റെ സംശുദ്ധിയും പരിശുദ്ധിയും സ്നേഹജീവിതവുമാണ്. അതില്ലേ മക്കളെ ഖൈറായ രൂപത്തിൽ ലഭിക്കൂല. നിങ്ങൾ ദ്വാരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങള് ആ മക്കൾക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്തു എന്ന് ആരോടും പറഞ്ഞിട്ട് കാര്യമായില്ല. മാതൃക കാണിച്ചു കൊടുക്കേണ്ട രൂപഭാവങ്ങൾക്ക് വഴിമാറിപ്പോയാൽ പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ രൂപഭാവത്തിൽ ലഭിക്കുക? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലത്തെ മഹതിമാരുടെ അനുസരണം എത്ര വലിയ അനുസരണമാണ് നിങ്ങൾ നോക്ക്. ചെറിയ അനുസരണമാണോ? ഒരിക്കലുമല്ല.
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പോകുമ്പോ രണ്ട് മുകൾ ഭാഗത്ത് ഒരു നിലയുള്ള വീടാണ്. മുകൾ ഭാഗത്ത് തട്ടുണ്ട്, താഴ്ഭാഗത്തുണ്ട്. താഴ്ഭാഗത്ത് താമസിക്കുന്നത് സ്വന്തം ഇണയുടെ ബാപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബമാണ്. മേൽഭാഗത്ത് ഈ പെണ്ണും ഭർത്താവും അവരെ മക്കളും മുകൾ ഭാഗത്ത് താമസിക്കുന്നു. സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മേൽഭാഗത്തുനിന്ന് താഴോട്ടിറങ്ങരുത്, മുകളിൽ തന്നെ നീ നിന്ന് താമസിക്കണം. സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ജീവിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ജോലിക്ക് പോയതാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞേ ഇനി വീട്ടിലേക്ക് വരൂ. അതിനിടക്ക് സ്വന്തം ഉപ്പക്ക് സുഖമില്ലാതെയായി. ഉപ്പാന്റെ വീട്ടിലേക്ക് കുറെ ദൂരം പോകണോ? താഴ്ഭാഗത്താണ് ഉപ്പ താമസിക്കുന്നത്. ഒരേ വീടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ഉപ്പാക്ക് അസുഖമായപ്പോ ഈ പെണ്ണൊരാളെ പറഞ്ഞയച്ചു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് വിഷയം ചോദിക്കാൻ. എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മേൽഭാഗത്തുനിന്ന് താഴോട്ട് ഇറങ്ങരുത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ മുകളിലുണ്ട്, പക്ഷേ എന്റെ ഉപ്പാക്ക് സുഖമില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാപ്പക്ക് മക്കള് സ്നേഹം കൊടുക്കണമെന്ന് കൽപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗണന കൊടുത്തതറിയുമോ ഉമ്മമാരെ? തങ്ങള് പറഞ്ഞു ആ പെണ്ണിനോട്, അത്തിഈ സൗജകി, നിന്റെ ഭർത്താവിന് നീ വിധേയപ്പെടൂ പെണ്ണേ, നിന്റെ ഭർത്താവിന് നീ അനുസരിക്കണം. അതുകൊണ്ട് അല്ലാഹു നിനക്ക് ഖൈറ് നൽകും. നീ അനുസരിക്കണം, നീ അവിടെ തന്നെ നിന്നോളൂ. ബാപ്പാനെ ശുശ്രൂഷിക്കാൻ ആളുകൾ വേറെയും ഉണ്ട്, ഉമ്മയുണ്ട്, മറ്റു മക്കളുണ്ട്, പലരും ഉണ്ട്. ഇങ്ങനൊരു നിർദ്ദേശം ഭർത്താവ് പറഞ്ഞില്ലേ, ആ നിർദ്ദേശം നീ അനുസരിക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രം ചാരി സംസാരിച്ചതല്ല തങ്ങൾക്ക് എല്ലാ വശങ്ങളും അറിയാം. കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞു ഉപ്പ മരണപ്പെട്ടു. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഉപ്പാന്റെ മുഖം അവസാനം ഒന്ന് കാണാൻ പൂതിയില്ലേ, ആഗ്രഹല്ലേ? ആ പെണ്ണ് വീണ്ടും നിർദ്ദേശാനുസരണം മാത്രം ജീവിക്കുന്ന ആ പെണ്ണ് പറഞ്ഞയച്ചു, നബിയെ എന്റെ ഉപ്പ വഫാത്തായിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവ് വന്നോ? ഇല്ല. ഈ സൗജക്കി, തങ്ങൾ അപ്പോഴും പറഞ്ഞു, നിന്റെ ഭർത്താവിന് നീ വിധേയപ്പെട്ട് അനുസരിച്ച് കഴിയണം. പക്ഷെ അതിന്റെ സന്തോഷം ആ ഉപ്പാക്ക് കിട്ടി. ബുദ്ധിമുട്ടാക്കിയത് കരുതരുത്. ആ ഉപ്പാനെ ഖബറിലേക്ക് വെച്ച് കല്ലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു പെണ്ണുണ്ട് ആ സ്ഥലത്ത്. സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ പോയിട്ട് ആ പെണ്ണിനോട് പറയണം ഒരു സന്തോഷം, അന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ ബിത്വഅതിഹാ ലിസൗജിഹാ. ഖബറിൽ കിടക്കുന്ന ബാപ്പക്ക് സുഖം കിട്ടിയ സന്തോഷം പറയാണ്. മരിച്ച് ഖബറിലെത്തിയ ഉപ്പയില്ലേ, ഉപ്പാക്ക് എല്ലാം അല്ലാഹു മാപ്പാക്കി കൊടുത്തു, ഉപ്പാക്ക് എല്ലാം അല്ലാഹു പുറത്തു കൊടുത്തു. എന്തേ കാരണം? ബിത്വഅതിഹാ ലിസൗജിഹാ, ഭർത്താവിന് സ്വന്തം മകൾ വിധേയപ്പെട്ട് അനുസരിച്ചത് കൊണ്ട് ഈ മരിച്ചുപോയ ഉപ്പക്ക് വലിയ സന്തോഷം കിട്ടി. ആ പെണ്ണിനോട് പോയിട്ട് പറയാൻ, ആ മുകളിലിരിക്കുന്ന ആ പെണ്ണിന് എത്ര സന്തോഷം കിട്ടിയെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഒറ്റക്ക് ആഖിറത്തിലേക്ക് നീങ്ങിയിട്ട് ആഖിറത്തിൽ ആദ്യത്തെ കവാടമായ ഖബറിലേക്ക് എത്തിയ പൊന്നുപ്പാക്ക് യാതൊരു പ്രശ്നമില്ലാതെ നല്ല സുഖം കിട്ടിയല്ലോ, സന്തോഷം കിട്ടിയല്ലോ. ഞാൻ എന്റെ ഭർത്താവിന് അനുസരിച്ചത് കൊണ്ട് എന്റെ ബാപ്പക്ക് എന്തൊരു സുഖം കിട്ടി. നമ്മളെ ജീവിതത്തിൽ മാത്രല്ല അതിന്റെ സന്തോഷം ലഭിക്കുന്നത്, സുഖം ലഭിക്കുന്നത്. ഉമ്മമാര്, നമ്മുടെ ബാപ്പക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാം ഉണ്ട് ആ അനുസരണത്തിന്റെ ഗുണം. അതുകൊണ്ട് നല്ല പൊരുത്തത്തോടെ അനുസരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കണം. കൂട്ടുജീവിതം നയിക്കുന്നിടത്ത് നല്ല റാഹത്തോടുകൂടെ ജീവിക്കണം. സന്തോഷമുള്ള അവസ്ഥകളാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്നുകൂടി ഞാൻ ഉമ്മമാരോട്, സഹോദരിമാരോട് പറയട്ടെ, അഷ്റഫുൽ ഖൽഖ്
ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാലിഹാത്തുകളായ സഹോദരിമാർക്ക് പഠിപ്പിച്ച ലക്ഷണങ്ങളൊക്കെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞല്ലോ. അതിനുശേഷം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കണ്ടില്ലേ? സഹോദരിമാര് മൊത്തത്തിൽ ഒരു 10 സ്വഭാവക്കാരാണ്. ആ 10 സ്വഭാവങ്ങളും 10 ജീവികളുടെ സ്വഭാവത്തോട് സാദൃശ്യപ്പെട്ടതാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിലേറ്റവും നല്ലത് മാത്രമാണ്. 10 നല്ലതാണോ? അല്ല. അതിൽ ഒന്ന് മാത്രമേ സഹോദരങ്ങളെ സുഖകരമായ സ്വഭാവമുള്ളൂ. ഒന്നാമതായി എണ്ണുന്ന സ്വഭാവം, ഒന്നാമത്തെ സഹോദരി ആദത്തുഹാ കആദത്തിൽ ഖിൻസീർ, പന്നിയുടെ പതിവ് പോലെയാണ് ജീവിതത്തിന്റെ പതിവ്. ഉമ്മമാരെ, നമ്മുടെ പതിവ് അങ്ങനെയാകരുത്. എന്താണ് പന്നിയുടെ പതിവ്? പന്നിയുടെ സ്വഭാവം എന്താണ്? ഭക്ഷണം കഴിക്കണം, വയറ് നിറക്കണം, അതുപോലെ തന്നെ അങ്ങനെ സുഖജീവിതം നയിക്കണം. അങ്ങനെ മാത്രം ചിന്തിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ മറ്റു സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ദീനുമായി ഒരു ബന്ധവുമില്ല. വലാ തഹ്തമ്മു ബിദ്ദീനി, ദീനിന് ഒരു വിലയില്ല. നിസ്കാരത്തിന് പരിഗണനയില്ല, നോമ്പ് പരിഗണനയില്ല. പിന്നെയോ അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ കോപവും ഒന്നും നോക്കാതെ അശ്രദ്ധാലുവായിട്ട് ആ പെണ്ണ് ജീവിക്കുന്നു. ആ പെണ്ണ് മക്കളെ സംരക്ഷിക്കുന്നുണ്ടോ? അതും ഇല്ല. അവരെ പരിപാലിക്കുന്നുണ്ടോ? അതും ഇല്ല. ഖുർആനും ഇൽമുമൊക്കെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? അതും ഇല്ല. പഴകിയ വസ്ത്രം ധരിച്ച് ദുർഗന്ധവാസന വെളിവാക്കി അങ്ങനെ ജീവിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നു, ചുത്തടക്കുന്നു, ദാഹം മാറ്റുന്നു, ഉറങ്ങുന്നു, അങ്ങനെ ജീവിക്കുന്നു. നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടി ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ആകെ ഒരു തിരിച്ചറിയ ഒരു അടയാളുണ്ട്, ഒരു മുസ്ലിമിന്റെ പേര് മാത്രം. അതിന്റെ സ്വഭാവം ആരെ സ്വഭാവം എന്നാ പറഞ്ഞത്? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, പന്നിയുടെ സ്വഭാവം. പന്നിക്ക് കാര്യമായിട്ടതല്ലേ പന്നിന്റെ ദുർഗന്ധ വാസന. പന്നി ഇങ്ങനെ കുളിച്ച് ഫ്രഷായി നടക്കുന്ന ജീവിയൊന്നുമല്ല. ഒരു ഭാഗത്തുകൂടെ പോയാൽ തന്നെ അതിന്റെ വാസന അടങ്ങണമെങ്കിലും കുറച്ച് സമയം വേറെ എടുക്കും. പിന്നെയോ ദുർഗന്ധമുള്ളതാണ് ഭക്ഷിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതിന് ജീവിതത്തിൽ ഒരു ഭംഗിയില്ലല്ലോ. അതേ രൂപത്തിൽ അതപ്പതിക്കാൻ പാടില്ല. ദീനുമായിട്ട് നല്ല ബന്ധം വേണം. ഖുർആനും ഇൽമും വിദ്യാഭ്യാസവും മക്കളെ പഠിപ്പിക്കുന്നതിൽ നല്ല ശുഗലാകണം. നല്ല പരിചരണം കൊടുത്ത് അവളെ വളർത്തി സംരക്ഷിക്കണം. രണ്ടാമത്തെ സ്വഭാവം ആദത്തുഹാ കആദത്തിൽ ഖിറദതി, കൊരങ്ങന്മാരുടെ സ്വഭാവത്തിൽ പതിവായി ജീവിക്കുന്നവര്. എന്താ സഹോദരങ്ങളെ കൊരങ്ങന്റെ സ്വഭാവം? കൊരങ്ങന്റെ സ്വഭാവമുള്ള സ്വഭാവം എന്താണ്? ഒരുപാട് വസ്ത്രങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങും. വിലപിടിപ്പുള്ള ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ വാങ്ങും. ആ വസ്ത്രങ്ങളൊക്കെ വാരിക്കൂട്ടും. ആഭരണങ്ങളും രത്നങ്ങളും ഒരുപാട് അണിയും. സ്വന്തം സമകാലികരായ സഹോദരിമാരെക്കാളും നല്ല പവറിൽ ജീവിക്കും. ഏത് വീട്ടിലേക്ക് സൽക്കാരത്തിനും കല്യാണത്തിനും പോകുമ്പോ മുന്തിയ വസ്ത്രം, മുന്തിയ ആഭരണങ്ങൾ ധരിച്ചിട്ട് നോക്കും. തന്നെ പോലെ ആഭരണങ്ങൾ ഇത്രയും കട്ടിയും കനത്തിലുമുള്ള ആരെങ്കിലും ഉണ്ടോ? കൊരങ്ങൻ നോക്കുന്നത് തന്നെക്കാളും അപ്പുറത്തുള്ള ആളുകൾക്ക് നല്ല കൂടുണ്ടോ, വീടുണ്ടോ, അപ്പുറത്തുള്ള ആളുകൾക്ക് നല്ല ജീവിതമുണ്ടോ എന്നാണ് കൊരങ്ങന്റെ അന്വേഷണം. ഇതുപോലെ ഇഷ്ടം പോലെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പാകത്തിന് ധരിക്കാൻ നല്ല ഭംഗിയുള്ള വസ്ത്രമുണ്ട്. പക്ഷേ ഒരു വസ്ത്രം കണ്ടപ്പോ എത്രയാണ് ഈ വസ്ത്രത്തിന്? ഇതിന് 50,000 എന്നാൽ 50,000 ഇപ്പൊ സ്വന്തം കയ്യിലില്ല. എവിടുന്നെങ്കിലും കുറച്ച് പണയത്തിനും പലിശക്കും കാശ് വാങ്ങിയിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിലും മികച്ചൊരു വസ്ത്രം എനിക്കും വാങ്ങണം, എനിക്ക് നല്ല വസ്ത്രം ഇട്ട് ജയിക്കണം, അടുത്ത കല്യാണത്തിലെത്തുമ്പോ അതിനേക്കാളും മുന്തിയതായി കാണിക്കണം. അങ്ങനെയുള്ള പെരുമാറ്റം, സ്വഭാവം ദൂഷ്യമായ സ്വഭാവമാണ്. മൂന്നാമത്തെ പതിവ് ആദത്തുഹാ കൽകൽബി, പതിവ് നായയെ പോലെയാണ്. എന്താണ് നായന്റെ സ്വഭാവം? സഹോദരങ്ങളെ, കുരച്ചു ചാടുന്ന സ്വഭാവമാണ് നായക്കുള്ളത്.
ഭർത്താവ് സംസാരിച്ചാൽ ചാടി വീഴും. ചാടി വീണിട്ട് ഒറ്റ കൊര കൊരക്കും. നായ കൊരക്കും പോലൊരു കൊരയാണ്, ഒരെടുത്തുചാട്ടമാണ്, സംസാരമാണ്. പിന്നെയോ എപ്പോഴെങ്കിലും ഭർത്താവിന്റെ പണത്തിന്റെ പാക്കറ്റ്, പണസഞ്ചി നിറഞ്ഞു കണ്ടാൽ നല്ല ബഹുമാനമാണ് ഭർത്താവിനോട്, നല്ല ആദരവാണ്, നല്ല സന്തോഷമാണ്. കീശ കാലിയായിട്ട് കണ്ടാലോ നിങ്ങളെ ഒന്നിനും പറ്റാത്ത ആളാണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ കണ്ടില്ലേ എന്ത് ഹൈ പവർ ജീവിതമാണ്, എന്ത് സന്തോഷമുള്ള ജീവിതമാണ്. നിങ്ങൾക്ക് അധ്വാനിക്കാനും കഴിയൂല, നല്ല രൂപത്തിൽ ജീവിക്കാനും കഴിയൂല. എപ്പോഴും അതിന്റെ കുറവ് ഇങ്ങനെ പറയും. അപ്പൊ ഈ ഭർത്താവ് പറയും നമ്മളിപ്പോ അങ്ങനെ ഒരു കടവും ഇടങ്ങേറും ആയിട്ട് ഇങ്ങനെ ജീവിക്കണ്ടല്ലോ, പാകത്തിന് അധ്വാനിച്ച് നല്ല റാഹത്തോടുകൂടെ അങ്ങനൊക്കെ ആയിട്ട് എന്നൊക്കാനാ. നിങ്ങൾ കണ്ടില്ലേ അവര് നടക്കുന്നതും അവര് ജീവിക്കുന്നതും. അവര് മറ്റുള്ള ജീവിതം മാത്രം നോക്കിയിട്ട് നമ്മുടെ ജീവിതം തൊല്ലം ചെയ്ത സഹോദരങ്ങൾ എല്ലാവരും ഒരുപോലെ ആകൂല. അപ്പൊ പിന്നെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പിന്നെ ചെന്ന് വീഴുന്നത് എവിടെയാണെന്നറിയോ നിങ്ങള്? എല്ലാ സംഗതികൾക്കും പലിശ ലോൺ എടുക്കുന്നതിൽ ചെന്ന് വീഴും. പിന്നെ അതിന്റെ കടലാസും അതിന്റെ ജപ്തിന്റെ ജപ്തിയും ഒക്കെ വന്നിട്ട് പിന്നെ അതിൽ കുടുങ്ങിയിട്ട് പിന്നെ വേറെ ഒരു രക്ഷയുണ്ടാവും. എന്തിനാ സ്വഭാവങ്ങളൊക്കെ വന്നത്? അങ്ങനെ വേണം എന്ന് നിർബന്ധം പോലെ പറഞ്ഞ് കോരച്ച് ചാടാൻ പാടില്ല. സഹോദരിമാരെ, അങ്ങനെ ഈ നായനെ പോലെ എപ്പോഴും കൊരക്കുന്ന ഒരാളായി മാറരുത്. പാകത്തിന് സംസാരിക്കണം, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം, സ്നേഹപൂർവ്വം സംസാരിക്കണം. ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് കുറച്ചു കാണുന്ന സ്വഭാവം നല്ല സ്വഭാവമല്ല, നല്ല പ്രകൃതവുമല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് നായന്റെ സ്വഭാവമാണ്. നായക്കാണല്ലോ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ഒറ്റ കടി കടിച്ചിട്ട് വരാൻ തോന്നും. ചിലപ്പോ ദൂരത്ത് നോക്കി കാണുമ്പോ അതെന്തോ എനിക്കുള്ള ഇരയാണെന്ന് തോന്നിട്ടായിരിക്കും നായ ചാടുന്നത്. ചെന്ന് നോക്കുമ്പോ ഒരു പ്ലാസ്റ്റിക് ആയിരിക്കും, തിന്നാനും കൂടി പറ്റൂല. അങ്ങനെയുള്ള ആ ചാട്ടവും ആ കുറയും അത് നമുക്ക് വേണ്ട. നാലാമത്തെ സ്വഭാവം പഠിപ്പിക്കുന്നു, ആദത്തുഹാ കൽ ഹയ്യത്തി, പാമ്പിനെ പോലെയുള്ള സ്വഭാവം അതും വേണ്ട. വഹിയല്ലത്തി തുലയ്യിനു കലാമഹാ ലി സൗജിഹാ, നല്ല മയത്തോടെ സംസാരിക്കും. പാമ്പ് അങ്ങനെയല്ല, പാമ്പ് നല്ല പതുക്കെ, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയിലാണ് അതിന്റെ വരവൊക്കെ. പക്ഷെ അടുത്തെത്തിയിട്ട് നല്ലൊരു കൊത്തു ആ കൊത്തിയിട്ട് അല്ലെങ്കിൽ ആ വിഷം ഇങ്ങനെ തെറിപ്പിച്ചിട്ട് പിന്നെ ഈ വിഷം കാലിലെത്തിയാല് അല്ലെങ്കിൽ ആ കടിയേറ്റാല് അസഹനീയമായ അവസ്ഥ എത്ര തരണം ചെയ്യണം. ഉള്ളിൽ നല്ലൊരു ഇടങ്ങേറ് ഒളിപ്പിച്ചു വെച്ച് പുറത്ത് നല്ല മയപ്പെട്ട സംസാരം. അല്ല എന്താ സംസാരം, വടിവത്ത സംസാരം കേട്ട സോപ്പിങ് എന്നാ അതിന് പറയാം. അതാണ് പാമ്പിന്റെ വരവ്. നല്ല കാണാൻ നല്ല ചന്തമുള്ള വരവാണ്. ആർക്കും ശല്യം ഉണ്ടാകൂല, ഇടങ്ങേറുണ്ടാകൂല, ഒച്ചപ്പാടുണ്ടാക്കി വരൂലല്ലോ പാമ്പ് വരുമ്പോ. പാമ്പ് വരുന്നത് ഏതെങ്കിലും ഭൂമി തന്നെ അല്പം അറിയുന്നുണ്ടാവൂല. ആ രൂപത്തിലാ പാമ്പിന്റെ വരവ്. പക്ഷേ ആ വരവിന്റെ ഉള്ളിൽ ഒരു ഇടങ്ങേറ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പതുക്കെ വന്നിട്ടൊരു കുത്ത അല്ലെങ്കിൽ വിഷം ഇങ്ങനെ തെറിപ്പിക്കലാണ്. ഒന്ന് തെറിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കുത്തി പരിക്കേൽപ്പിച്ചാൽ മതി. നല്ല സംസാരങ്ങൾ. ഈ സംസാരത്തിന്റെ ഉള്ളിൽ ഒരു ഇടങ്ങേറ് മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഇടങ്ങേറ് പെട്ടെന്ന് നോക്കിയാൽ കാണൂല. എന്താണ് ഇടങ്ങേറ് എന്നറിയോ? ചതിയാണ്. സംസാരിച്ച് വശീകരിച്ച് എല്ലാ നല്ല സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ച് കിട്ടേണ്ടതൊക്കെ ഏകദേശമൊക്കെ കിട്ടിയെന്ന് കണ്ടാല് പിന്നെ ആളെ കാണാൻ ില്ല. പിന്നെ ജീവിതം മാറിപ്പോയി, പിന്നെ രൂപഭാവങ്ങൾ മാറിപ്പോയി, പിന്നെ തെരഞ്ഞു നോക്കുമ്പോ ആള് വേറെ എവിടെയോ എത്തിപ്പോയി. ചതിയിൽ അകപ്പെടുത്തി. പാമ്പ് അതിന്റെ ശത്രുത ഒളിച്ചു വെക്കും പോലെ മറച്ചു വെക്കും പോലെ ചതിയും ഷർറും ഒളിപ്പിച്ച് മറപ്പിച്ച് കൊണ്ട് നടക്കുന്ന സഹോദരിയെ പറ്റിയാണ് പാമ്പിന്റെ സ്വഭാവം ഉള്ളത് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വർണ്ണിച്ചത്. അഞ്ചാമത്തെ സ്വഭാവം ആദത്തുഹാ കൽ ബഗ്ലത്തി, കോവർ കൈതയുടെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, കോവർ കൈതക്ക് ഒരു സ്വഭാവമുണ്ട്. ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ ഒച്ചപ്പാടാണ്, ഒരൊറ്റ ശബ്ദം
ആ ശബ്ദം ഇടുമ്പോ ആ കോവർ കൈതക്ക് തോന്നുന്നത് തന്നെക്കാളും മികവുള്ള ആരും ഇല്ല. ഇതുപോലെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഒറ്റക്ക് ജീവിക്കുമ്പോ അല്ലെങ്കിൽ ഒറ്റക്ക് ഏതെങ്കിലും രൂപഭാവങ്ങൾ പ്രവർത്തിക്കുമ്പോ തന്റെ പ്രവർത്തനമാണ് നല്ലത് എന്ന് തോന്നിയിട്ട് അത് നാലാളുകളെ മുന്നിൽ പറയുകയും കാണാൻ പറ്റുന്ന സ്വഭാവത്തിൽ അത് വെളിവാക്കുകയും ചെയ്യുന്നു. ദുഷിച്ച സ്വഭാവം തന്നെയാണ്. ആറാമത്തെ സ്വഭാവം തേളിനെ പോലെയുള്ള സ്വഭാവമാണ്. തേളിന്റെ സ്വഭാവം എന്താണ്? അതിങ്ങനെ കറങ്ങി നടക്കും കുറെ സ്ഥലത്തുകൂടെ. എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ആൾക്കാരെ കിട്ടണതിന്, ഒന്നുകിൽ ഏതെങ്കിലും ജീവികളെ കിട്ടണം, എന്നിട്ട് വേണം ഒന്ന് കൊത്തിയിട്ട് കുറച്ചെങ്കിലും കൊണ്ടുപോയി. അതേപോലെ ഇങ്ങനെ കറങ്ങി നടക്കും അയൽ വീട്ടിലും മറ്റേ വീട്ടിലൊക്കെ. അവിടുന്ന് കുറച്ച് കിട്ടിയാൽ അത് ഇവിടെ കൊടുക്കും, ഇവിടുന്ന് കുറച്ച് കിട്ടിയാൽ അത് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അപ്പുറത്ത് കൊടുക്കും, അവിടുന്ന് കുറച്ചുകൂടി കിട്ടിയാൽ ഇപ്പുറത്ത് കൊടുക്കും. അങ്ങനെ 4-5 വീട്ടിൽ ഏകദേശം ഒരു മാസം കൊണ്ട് ഓഫിലായി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് കത്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഉണ്ടോ? അപ്പൊ അവരിങ്ങനെയാണല്ലോ പറഞ്ഞേ, അവര് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു. നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞു, നിങ്ങളോട് ഭയങ്കര ബന്ധമല്ല. എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു. അതാ 2 കുടുംബം തെറ്റി. അപ്പുറത്ത് വേറെ കുടുംബം അതും തെറ്റി, ഇപ്പുറത്ത് വേറെ കുടുംബം അതും തെറ്റി. ഏത് വീട്ടിൽ പോയാലും തെറ്റുന്നൊരു വർത്തമാനം, തെറ്റിക്കുന്നൊരു വർത്താനം പറയാൻ പാടില്ല. ആ വർത്തമാനം പറഞ്ഞാ മനസ്സിലാക്കാ സ്വഭാവം തേളിന്റെ സ്വഭാവമാണ്. നമീമത്താണ് തേളിന്റെ സ്വഭാവം. തേളിങ്ങനെ അന്വേഷിച്ച് നടക്കുക ചെയ്യും. ഒരു ഇരയെ കിട്ടണം, എന്നിട്ടൊന്ന് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് തനിക്ക് കിട്ടാനുള്ളത് പതുക്കെ അങ്ങോട്ട് വലിച്ചു ഊരിയെടുക്കണം. അതിനങ്ങനെ നടക്കും. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ സ്വീകരിക്കരുത്, അത് മോശമാണ്. സുബ്ഹാനല്ലാഹ്, എവിടെ ചെന്നാലും തേളതിനെ കുത്തി പരിക്കേൽപ്പിക്കാനുള്ളതല്ലേ തേള് നോക്കുന്നത്. ഇതുപോലെ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്ന സ്വഭാവങ്ങൾ, സംസാരങ്ങള് അത് നാടുനീളെ അയൽക്കാരിലൂടെയും കുടുംബക്കാരിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചാല് കുടുംബം തെറ്റിപ്പോകും, അയൽവാസികൾ തെറ്റിപ്പോകും. തേളിന്റെ സ്വഭാവമാണ്. പിന്നൊരു സ്വഭാവം എലിയുടെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് എലിയുടെ സ്വഭാവം? ഏതെങ്കിലും ഒരു സംഗതി കാണാത്ത രൂപത്തിൽ പതുക്കെ അങ്ങോട്ട് വലിച്ചൂരിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. അല്ലേ? പൊരയിലൊക്കെ ചിലപ്പോ നമ്മൾ സൂക്ഷിച്ചു വെച്ചൊരു സാധനം തെരഞ്ഞ് തന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ പിന്നെ എവിടെ ഉണ്ടാകും? വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഏതെങ്കിലും ഹോളുകളോ മറ്റോ ഉണ്ടാകും വീടിന്റെ ഏതെങ്കിലും ചെരുവിൽ. അതിന്റെ മൂലയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടാകും. കുട്ടികൾ കൊണ്ടുപോയിട്ടല്ലതാ, എലിക്ക് വലിക്കാൻ പറ്റുകയെന്ന് തോന്നിയിട്ടാണ് കൊണ്ടുപോയിട്ടതാണ് എന്ന് പറഞ്ഞ മോഷണ സ്വഭാവം. പതുക്കെ ഭർത്താവിന്റെ ഒരു 50-100 ഇങ്ങനെ കുറെ എടുത്ത കണക്കറിയല്ലോ. ഒരു 50, ഒരു 100 ഇങ്ങനെ ആഴ്ചയിൽ ഒരു 50 ഇങ്ങനെ എടുത്താൽ ഒരു 4 ആഴ്ച ആകുമ്പോ 200 ആവുമല്ലോ. ഒരു 8 ആഴ്ച ആകുമ്പോ ഒരു 400 ആവൂല. ഇങ്ങനെ പതുക്കെ ഒരു 50-100 ഇങ്ങനെ വലിക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് വലിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിടാ. അത് എലിന്റെ സ്വഭാവമാണ്. അതേ ഒരു സ്വഭാവം മോഷണം നടത്തുന്ന സഹോദരി പതുക്കെ ഇങ്ങനെ മോഷണം നടത്തണം. കുറച്ചിങ്ങനെ ആ വീട്ടിലിങ്ങനെ പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു നല്ല മിനുങ്ങുന്ന നല്ല രൂപത്തിലുള്ളത് വരെ എവിടെയും കാണാത്ത ഒരു വളയും അല്ലെങ്കിൽ ഒരു നല്ല കളിസാധനമൊക്കെ കണ്ടപ്പോ ഇങ്ങനെ തിരക്കടില്ലത്. അതിങ്ങനെ നോക്കി റെഡിയാക്കി. ആരെങ്കിലും നോക്കണ്ട, ആരും നോക്കണില്ല. എന്നാ പതുക്കെ എലിനെ പോലെ അതിങ്ങനെ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ ഒന്ന് മറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. പാടില്ല, മോശപ്പെട്ട സ്വഭാവമാണ്. ഒരാളുടേതും ഒരു ധാന്യം പോലും, ധാന്യത്തിന്റെ ഒരു വിത്ത് പോലും, ഒരു മണി പോലും എടുക്കാൻ പാടില്ല സഹോദരങ്ങളെ. നന്നായി സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട സ്വഭാവമാണ്. കണ്ണിൽ കൗതുകരമായി പലതും തോന്നും. ഭർത്താവിന്റെ കാശ് സ്വന്തം കാശാണെങ്കിലും റാഹത്തോടുകൂടെ ആവശ്യങ്ങൾക്ക് ചോദിച്ചെടുക്കണം. ചെലവിന് തീരെ തരാതെ, നിർബന്ധങ്ങൾ പോലും പരിഗണിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവാണോ? ആവശ്യമുള്ളത് എടുത്തേക്കാൻ ഇസ്ലാം പെർമിഷൻ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നിട്ട് പരാതിപ്പെട്ടില്ലേ, നബിയേ എന്റെ ഭർത്താവിനെ പറ്റി തങ്ങൾക്കറിയില്ലേ? റജുലുൻ ഷഹീ, ആരോഗ്യവാനാണ്, പക്ഷേ ലുബ്ദുള്ള ആളാണ്. എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് മതിയാകുന്നത് തരുന്നില്ല.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുദ്ധിമുട്ടൊന്നുമില്ല, ഖുദീമാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫ്, നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും പാകത്തിനുള്ളത് മതിയായത് നല്ല രൂപത്തിൽ നിങ്ങൾ എടുത്തോളൂ, ചോദിച്ചോളണം എന്നില്ല. അത് ചെലവിന് കൊടുക്കാത്തതിനെ പറ്റിയാ പറഞ്ഞത്. ഇഷ്ടം പോലെ പാകത്തിനുള്ള ചെലവിനൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ മോഷണത്തിന്റെ ശ്രമം എന്താണെന്നറിയോ? ഇപ്പുറത്തൊരു സാമ്പത്തിക വർധനവുണ്ടാക്കലാണ്. എന്നാ സഹോദരങ്ങളെ, നിങ്ങൾ പറഞ്ഞാ മതി, സ്വന്തം ഇണയോട് സഹോദരിമാര് പറഞ്ഞാ മതി, എനിക്കും കുറച്ചൊക്കെ ഒരു കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 100 രൂപ ഇങ്ങനെ തന്നാൽ എന്റെ കയ്യിലേക്ക് അപ്പൊ സഹോദരിമാരെ, എന്റെ കയ്യിൽ കുറച്ച് കാശ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന നിലക്ക് ഭർത്താവിൽ നിന്ന് കാശ് വാങ്ങി സ്വരൂപിക്കാം, സൂക്ഷിക്കാം. പിന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ആവശ്യത്തിന് ഉപകാരപ്പെടും. അതിന് 100ഉം 200ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ, നല്ലതാണ്. പിന്നൊരു സമയം വരുമ്പോ നിന്റെ കയ്യിൽ കാശുണ്ടോ എന്ന്, സൂക്ഷിച്ച കാശ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ ആവശ്യത്തിന് തികയുന്ന രൂപത്തിലുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അത് നല്ലതാണ്. അങ്ങനെ സൂക്ഷിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും നല്ലതാണ്. സൂക്ഷിക്കാൻ ഭർത്താക്കന്മാര് കൊടുക്കുന്നതും നല്ലതാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. മോഷണത്തിന്റെ ശ്രമമാണ് ഇവിടെ പറഞ്ഞത്. 8ാമത്തെ സ്വഭാവം, ആദതുഹാ കത്വൈരി, പക്ഷിയെ പോലെയാണ് സ്വഭാവം, പതിവ്. എന്താണ് പക്ഷിയുടെ സ്വഭാവം? പകല് സമയം അങ്ങനെ കറങ്ങി നടക്കും, വിശ്രമിക്കൂല. രാത്രിയായാലോ, രാത്രി നല്ല വിശ്രമമാണ്. പക്ഷി കണ്ടില്ലേ നിങ്ങൾ, പകലിങ്ങനെ കറങ്ങുന്നത്. രാത്രി എവിടെങ്കിലും പക്ഷികൾ കറങ്ങുന്നത് കാണുന്നുണ്ടോ? ഇല്ല. രാത്രി ഫുള്ള് വിശ്രമമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് ക്ഷീണമാണ്, വിഷമമാണ്, പകല് സമയത്ത് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. എന്തിന്? ക്ഷീണം മാറ്റിയിട്ട് താല്പര്യപൂർവം നല്ല നിലക്ക് ഭർത്താവ് വരുമ്പോ ആ ഭർത്താവിന് സന്തോഷത്തോടെ റാഹത്തുള്ള അവസ്ഥയൊക്കെ ആക്കി കൊടുക്കാൻ, നമ്മുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു അനുവദിച്ച ഹലാലായ സുഖങ്ങള്, അതിനുവേണ്ടി ശരീരം സ്വന്തം ഭർത്താവിനെ സമീപിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ, ക്ഷീണമാണ് എന്ന് എന്നും പറഞ്ഞാൽ ഭർത്താവിന് ജീവിതം മടുത്തുപോകും, നമ്മളുമായുള്ള സമ്പർക്കം മടുത്തുപോകും. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഒരു റമളാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാനിലാണ് ഞാൻ ഖളാ വീട്ടാറുള്ളത്. ഇപ്പൊ ശഅബാനല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കഴിഞ്ഞ റമളാനിലുള്ള നോമ്പ് തൊട്ട് റമളാന്റെ മുമ്പുള്ള ശഅബാനിലാണ് ഞാൻ വീട്ടാറുള്ളത്. അപ്പൊ ചോദിച്ചു, എന്തേ അതുവരെ പിന്തിക്കുന്നത്? ഒന്നുമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു പകലിൽ, ഏതെങ്കിലും ഒരു രാത്രിയിൽ എന്റെ ശരീരം തങ്ങൾക്ക് താല്പര്യപൂർവം ആവശ്യം വന്നാൽ തടസ്സമുണ്ടായിക്കൂടാ. അപ്പൊ പിന്നെ ശഅബാനിലോ? ശഅബാനിൽ തങ്ങൾ കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന കാലമാണ്. ആ ഒരു ചാൻസിൽ ഞാനും എനിക്ക് നോൽക്കാനുള്ള നോമ്പ് നോൽക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുസരണം നോക്ക് സഹോദരങ്ങളെ, സ്നേഹം നോക്ക് ഉമ്മമാരെ. ഈ 9 മാസക്കാലം 10 മാസക്കാലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ നോമ്പിനെ, ഖളാ ഉള്ള നോമ്പിനെ പിന്തിക്കുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപരമായ സമ്പർക്കത്തിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് നോൽക്കുന്ന മാസം ശഅബാനാണ്. അപ്പൊ തങ്ങൾക്ക് കുറെ ദിവസം നോമ്പുണ്ടാകും. ആ പകല് എനിക്ക് ഖളാ വീട്ടാനുള്ള 6 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ നോമ്പ് എത്രയാണോ ഉള്ളത് ഞാൻ
ഞാൻ ആ സമയത്ത് ഖളാ വീട്ടും. ഈ രൂപത്തിൽ ശരീരത്തെ സ്വന്തം ഇണക്ക് വേണ്ടി റാഹത്തോടെ ഒരുക്കി കൊടുക്കുന്ന ജീവിതമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതെത്ര സന്തോഷമുള്ള ജീവിതത്തിന്റെ അവസ്ഥയാണ്. അങ്ങനെയാണ് സ്നേഹത്തോടെ ജീവിക്കേണ്ടത്. 19ാമത്തെ സ്വഭാവം പറയുന്നു, ആദതുഹാ കസ്സഅലബി, അതേ കുറുക്കന്മാരുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് വിവിധ കാരണങ്ങൾ പറയും. വീട്ടിലെത്തിയാലോ ഒരു ഭാഗത്തുനിന്ന് തർക്കം തുടങ്ങും, വേറൊരു ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ശ്രദ്ധ കൂടാൻ തുടങ്ങും. വയറ് നിറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ജീവിയാണ് ഈ കുറുക്കൻ എന്ന് പറയുന്ന ജീവി. ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തൊക്കെ ആയി ഭർത്താവ് വരുമ്പോ ഒച്ച വെച്ചുകൊണ്ട് കുറെ കാരണങ്ങൾ വിഷമങ്ങൾ പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് വിഷമിപ്പിക്കുന്ന സ്വഭാവം 10ാമത്തെ സ്വഭാവമാണ് എന്റെ ഉമ്മമാര് സ്വീകരിക്കേണ്ടത്. അതാണ് അനുഗ്രഹീതമായ ജീവിയുടെ സ്വഭാവം. കൽഗനമതി, ആടിന്റെ സ്വഭാവമാണ്. അതാണ് ഉമ്മമാരെ ഉണ്ടാകേണ്ടത്. വഹിയൽ മുബാറകത്തു അർറഹിമ, ആ പെണ്ണാണ് ബറക്കത്തുള്ള പെണ്ണ്, കാരുണ്യമുള്ള പെണ്ണ്. ആടിനെ പോലെയാണ്. ആടിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും ഉപേക്ഷിക്കാനില്ല, എല്ലാം ഉപകാരമുള്ളതാണ്. എന്തെങ്കിലും ഒഴിവാക്കാണ്ടോ? ഉണ്ടോ? ഒന്നും ഒഴിവാക്കാൻ. അപ്പൊ ചോദിക്കും, ആടിന്റെ കാഷ്ടം അത് വേറൊന്നിന് വള. ഒരു ചാക്കിന് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വളമായിട്ട് കൊണ്ടുപോയിടുകയാണ് പലതും. എല്ലാം ഉപകാരമാണ്. അതിന്റെ രോമം ഉപകാരമാണ് പലതുണ്ടാക്കാൻ, അതിന്റെ തോല് ഉപകാരമാണ്, അതിന്റെ എല്ല്. എത്ര സൂപ്പ് വരുന്നത്, സൂപ്പ് കുടിച്ചിട്ടില്ലേ? എത്ര സൂപ്പാ. അതിന്റെ കാലിന്റെയും കൈയിന്റെയും ഒക്കെ എല്ലുകൊണ്ട് ഉപകാരമല്ലേ സഹോദരങ്ങളെ? അതേപോലെ എല്ലാ നിലക്കും ഉപകരിക്കുന്ന പെണ്ണ് അൽ മർഅത്തു സ്വാലിഹ. നല്ല പെണ്ണിന്റെ വാക്കും ഉപകാരമാണ്, പ്രവൃത്തിയും ഉപകാരമാണ്, സ്വഭാവവും ഉപകാരമാണ്, പെരുമാറ്റവും ഉപകാരമാണ്, സാന്നിധ്യവും അസാന്നിധ്യവും ഉപകാരമാണ്, ബന്ധുക്കൾക്ക് ഉപകാരമാണ്, കുടുംബക്കാർക്ക് ഉപകാരമാണ്, അയൽവാസികൾക്ക് ഉപകാരമാണ്. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ല സഹോദരിയാകണം, സ്നേഹത്തോടെ വർത്തിക്കുന്ന നല്ല പെണ്ണാകണം. ആ പെണ്ണിൽ അല്ലാഹു നൽകുന്ന ബറക്കത്ത് ചെറിയ ബറക്കത്തല്ല. നല്ല രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന സഹോദരിയാണോ? സുബ്ഹാനല്ലാഹ്. നല്ല രൂപത്തിൽ റാഹത്തില് ജീവിതം തന്നെ നല്ല സന്തോഷത്തോടെ കഴിയുന്നു. നല്ല റാഹത്തോടെ കഴിയുന്ന രീതിയിൽ ആ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്ന 10ാമത്തെ അനുഗ്രഹീതമായ സ്വഭാവം പറഞ്ഞില്ലേ ഉമ്മമാരെ, പെങ്ങന്മാരെ? ആ സ്വഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ വർത്തമാനവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ശൈലിയും നമ്മുടെ സമീപനവും എല്ലാവർക്കും ഉപകാരമാകണം. നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന സഹോദരി നമ്മെക്കൊണ്ട് നല്ല ഉപകാരമുള്ള സഹോദരിയാകണം. അതേ, നമ്മുടെ കുടുംബം നമ്മെക്കൊണ്ട് ഉപകരിക്കുന്ന കുടുംബമാകണം. നമ്മൾ ആ കുടുംബത്തിലേക്ക് ചെന്നാൽ കുടുംബക്കാർക്ക് നമ്മെ കൊണ്ട് സന്തോഷമാണ്. നമ്മൾ അവിടെ വരുന്നത് തന്നെ അവർക്ക് റാഹത്താണ്. അത് ഭർത്താവിന്റെ കുടുംബത്തിൽ നമ്മൾ ചെന്നാലും സന്തോഷമാണ്, നമ്മുടെ സ്വന്തക്കാരെ കുടുംബത്തിൽ പോയാലും സന്തോഷമാണ്. എന്തേ? നമ്മളെ സാന്നിധ്യവും നമ്മളെ സമീപനവും അവർക്ക് വല്ലാത്ത സന്തോഷമേകുന്നു. എവിടെ നമ്മൾ സമീപിച്ചാലും ആർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. ഏത് ഭാഗത്തേക്ക് നമ്മൾ വന്നാലും അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി സ്വഹാബത്ത് പറഞ്ഞില്ലേ, ആയിഷ ബീവി നിങ്ങൾ വലിയ ബറക്കത്തുള്ള പെണ്ണാണ്. നിങ്ങളെ കൊണ്ട് ഉപകാരം കിട്ടിയത് നിങ്ങളെ കുടുംബത്തിന് മാത്രമല്ല, ഈ ഉമ്മത്തിന് തന്നെ വലിയ ഉപകാരം നിങ്ങളെ കൊണ്ട് അല്ലാഹു ചെയ്തു. എന്തേ
അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയോ? സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇടക്ക് സഹോദരിമാരിലേക്ക് ഒരു അഭ്യർത്ഥന. നമ്മൾ നല്ല ബറക്കത്തുള്ള ചരിത്രം പറഞ്ഞല്ലോ, ആ ബറക്കത്തുള്ള നിങ്ങളെ കൈകൊണ്ട് നല്ല സംഭാവന നമ്മുടെ പരിപാടിക്ക് വേണ്ടി സംഘാടകരെ സമീപിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ പരിപാടിക്ക് എല്ലാ നിലക്കുള്ള ചെലവുകളും കൂട്ടി നോക്കുമ്പോൾ ഭക്ഷണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നല്ല സംഖ്യ ചെലവ് വരുന്നുണ്ട്. നല്ലോണം സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ദഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മറ്റു പരിപാടികളിലേക്കൊക്കെ വിജയത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണം. നേരത്തെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ എന്നോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഇന്നലെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ മദ്രസയ്ക്ക് ഒന്ന് സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതിലേക്ക് ഇന്നലെ കുറെ ആൾക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റൊക്കെ രൂപീകരിക്കുമ്പോൾ വേണ്ട സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്ത്, ഞാനിപ്പോ പിരിവിലേക്ക് തുനിയല്ല, അങ്ങനെ ആരും വിഷമിക്കണ്ട, ഞാൻ ഓർമ്മപ്പെടുത്താണ് കൂട്ടത്തിൽ. അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. അടുത്ത വർഷം നിങ്ങളെ വാർഷികം നടക്കുമ്പോഴേക്ക് ഈ പരിപാടിയൊക്കെ റാഹത്തോടെ നടന്നാല് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കള് ഈ പരിമിതമായ സ്ഥലം ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി സ്ഥലം മുറ്റത്ത് കിട്ടിയാൽ ഉസ്താദുമാർക്കും അവർക്കും പഠിക്കാനും പഠിപ്പിക്കാനും നല്ല വിശാലമായ സൗകര്യം ഉണ്ടാകുമ്പോൾ റാഹത്തോടെ പഠിക്കാൻ കഴിയും. അതിന് നല്ല റാഹത്തുള്ള മുറ്റുണ്ട്. ചില സ്ഥലത്തും ചെന്ന് നോക്കിയാൽ മദ്രസക്ക് മുറ്റം തന്നെ ഉണ്ടാകൂല. നല്ല റാഹത്തുള്ള സ്ഥലമുണ്ട്. ഇത്രയും വീതിയുള്ള സ്ഥലമുണ്ട് ഇവിടെ. കേട്ടോട്ടുണ്ടോ? അങ്ങോട്ട് മാഷാ അല്ലാഹ് നല്ല റാഹത്തുള്ള സ്ഥലമാണ്. അപ്പൊ സീറ്റ് ഇട്ട് കഴിഞ്ഞാല് അത് മറ്റു പരിപാടികൾക്ക് ഉപകാരപ്പെടുത്താൻ കഴിയും. വരുന്ന ആളുകൾക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഉപകാരപ്പെടുത്താൻ കഴിയും. അതേ രൂപത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും ഒരു സൗകര്യമാകും. അതിന് വേണ്ട ചെലവുകളും കാര്യങ്ങളൊക്കെ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് ഇനിയും കാര്യങ്ങളും മറ്റൊക്കെ വാഗ്ദാനം ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ വാഗ്ദത്തം ചെയ്തുകൊണ്ട് സഹായിക്കണം, സഹകരിക്കണം. ആ പദ്ധതി വിജയിപ്പിക്കണം. അല്ലാഹു തആല ഖൈറാക്കി തരുമാറാകട്ടെ. ദീനിനുള്ള ഒരു ഖിദ്മത്താണല്ലോ, നമ്മളൊന്നും അതിൽ കുറവാക്കരുത്. അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് പറയുന്നു, നിങ്ങൾ വലിയ ബറക്കത്തുള്ള പെണ്ണാണ്. നിങ്ങളെ കൊണ്ട് ഒന്നും രണ്ടും ബർക്കത്തൊന്നല്ല ഇസ്ലാമിന് കിട്ടിയത്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എന്റെ ആഭരണം കാണുന്നില്ല, മാല, ഒരു മാല ഞാൻ വായ്പ വാങ്ങിയിരുന്നു. മാല എന്ന് പറയുമ്പോ സഹോദരിമാർക്ക് ഒരു സന്തോഷാണല്ലോ, അവർക്ക് ഹലാലല്ലേ, ഒരു സ്വർണമാല. അത് എവിടെ വീണുപോയി, കാണുന്നില്ല. അപ്പൊ സ്വഹാബത്തിനോട് അത് തെരഞ്ഞു നോക്കാൻ പറഞ്ഞു. എല്ലാവരും എല്ലാ ഭാഗങ്ങളിലും തെരഞ്ഞു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, സമയം കുറെ കഴിഞ്ഞു. ളുഹർ നിസ്കരിക്കാനുള്ള സമയമായി. കുടിക്കാൻ മാത്രമുള്ള പരിമിതമായ വെള്ളം മാത്രമേ അവരെ കയ്യിലുള്ളൂ. വുളു എടുക്കാനുള്ള വെള്ളമുള്ള ഒരു സ്ഥലത്തൊന്നല്ല ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതോ മരുഭൂമിയുടെ മരുപ്പറമ്പിലാണ് യാത്ര. ഇടയിൽ വന്ന് മുട്ടി നിൽക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പോയിട്ട് സ്വഹാബത്ത് പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. കുറച്ചുകൂടി ടൈം ആയാൽ ളുഹറിന്റെ സമയമായി. നിസ്കരിക്കണ്ടേ, വുളു എടുക്കാൻ നമ്മുടെ കയ്യിൽ വെള്ളമില്ല. കുടിക്കാൻ ചില ആളുകളുടെ കയ്യിലൊക്കെ അല്പാൽപ്പം വെള്ളമുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ തീർന്നു പോവുകയും ചെയ്യും. എന്ത് ചെയ്യും? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഒരു ആഭരണം, നിന്റെ ആഭരണം കാരണമാണ് സ്വഹാബത്തൊക്കെ ഇവിടെ യാത്ര മതിയാക്കി നിൽക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി ഒന്നും പറഞ്ഞില്ല. ളുഹർ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ വുളു എടുക്കാൻ വെള്ളമില്ല. അപ്പോഴാണ് അല്ലാഹു തആല തയമ്മുമിന്റെ നിയമം ഇറക്കുന്നത്. തയമ്മും ചെയ്തുകൊണ്ട് ആദ്യത്തെ നിസ്കാരം നിർവഹിക്കാനുള്ള കാരണം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ട് ഉണ്ടായതാണ്. തയമ്മുമിന്റെ നിയമം എത്ര എളുപ്പമാണ്. ഏത് രാജ്യത്തേക്കും നമുക്ക് യാത്ര പോകാം. മുൻഗാമികൾക്കൊക്കെ ശുചീകരണത്തിന് അല്ലാഹു വെള്ളം മാത്രമാണ് മാർഗം നൽകിയത്. ഈ ഉമ്മത്തിന് മാത്രമാണ് വെള്ളത്തിന് പുറമെ മണ്ണും അല്ലാഹു നിയമമാക്കിയത്. അത് ആരെക്കൊണ്ടാ കിട്ടിയത്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ് അതിന് നിമിത്തമായത്.
സ്വഹാബത്തൊക്കെ വന്നിട്ട് പറയുന്നു, മാഹിയ ബി അവ്വലി ബറകത്തിക്കും യാ ആല അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല, നിങ്ങളെ കൊണ്ട് ഒരുപാട് ബറക്കത്ത് ഈ ഉമ്മത്തിന് കിട്ടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് ഒരുപാട് ബറക്കത്ത് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ബറക്കത്താണ് നല്ല നിയമം. എത്ര എളുപ്പമാണ്! ആ മരുഭൂമിയിൽ കുറച്ച് മണ്ണങ്ങോട്ട് എടുത്തിട്ട് മണല് നീക്കിയിട്ട് പൊടിമണ്ണി എടുത്ത് ഒന്ന് കൂട്ടിയിട്ടിട്ട് നിയ്യത്ത് ചെയ്തിട്ട് അതിലൊന്ന് നിയ്യത്ത് ചെയ്ത് അടിച്ച് ഒന്ന് കൊട്ടിയെടുത്തിട്ട് മുഖം തടവണം, ഒന്നുകൂടി അടിച്ചിട്ടൊന്ന് കൊട്ടിയെടുത്തിട്ട് രണ്ട് കൈകളും തടവണം. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാൻ എന്ത് എളുപ്പമാണ്! എത്ര എളുപ്പമായ സൗകര്യമാണ് അള്ളാഹു നൽകിയത്. ഏത് നാട്ടിലേക്കും യാത്ര പോയാൽ വെള്ളമില്ലെങ്കിൽ ബുദ്ധിമുട്ടായി വരുന്നില്ലല്ലോ. എന്തൊരു എളുപ്പമാണ് അള്ളാഹു നമുക്ക് തന്നത്. അതിന്റെ കാരണം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ടാണ് കിട്ടിയത്. ആ നിയമം വന്നപ്പോ ആയിഷ ബീവിയെ എല്ലാവരും ഒന്ന് പുകഴ്ത്തി പറയുകയാണ്, നിങ്ങൾ നല്ല ബറക്കത്തുള്ള പെണ്ണാണ്, നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല വലിയ ബറക്കത്താണ് ഇസ്ലാമിന് തന്നത്. ഈ ഒരു ബറക്കത്ത് മാത്രമല്ല ഉമ്മമാരെ, ഹിജാബ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, ഹിജാബിന്റെ നിയമം ഇറങ്ങാനും കാരണമായത് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ട് കിട്ടിയ എളുപ്പമാണ്. അതും ഒരു സ്വകാര്യതക്കുള്ള വലിയ സംരക്ഷണമായി അള്ളാഹു തന്നതാണ്. നല്ല ബറക്കത്തുള്ള അനുഗ്രഹീതരായ സഹോദരിമാരായി നല്ല സ്നേഹമുള്ള കുടുംബങ്ങളായി നമ്മൾ വർത്തിക്കണം. സ്നേഹത്തിന് ഉദാഹരണം പറയുമ്പോ ലോകത്തെ ഏറ്റവും വലിയ ഉദാഹരണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പത്നിമാരുമാണ്. ആ പത്നിമാരിൽ ഏറ്റവും ആദ്യം തങ്ങൾ സ്വീകരിച്ച ഇണയായ, ഏറ്റവും അധികം കാലം തങ്ങൾ കുടുംബജീവിതം നയിച്ച സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം തങ്ങൾ താമസിച്ച അത്രയും കാലം ഒരൊറ്റ മഹദിയോടൊപ്പം തങ്ങൾ താമസിച്ചിട്ടില്ല. നീണ്ട വർഷം താമസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പമല്ലേ. പക്ഷേ മക്കക്കാരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്നേഹത്തിന്റെ തലങ്ങൾ പഠിച്ചത് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ നിന്നാണ്. മക്കക്കാർ പോലും അത്ഭുതപ്പെട്ടു പോയില്ലേ. 40 വയസ്സിനോടടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയില് ജബലുന്നൂറിന്റെ മുകളില്, ഇന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ല സഹോദരങ്ങളെ. ഇന്ന് അവിടേക്ക് റോഡ് വരെ സൗദി ഗവൺമെന്റ് വെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പോകാനും കയറാനും ഒക്കെ സുഖമാണ്. മുമ്പങ്ങനെയല്ലോ. ഖദീജ റളിയല്ലാഹു അൻഹാ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയില് പതുക്കെ പതുക്കെ കൈ വെച്ചുകൊണ്ട് കാല് വെച്ചുകൊണ്ട് പിടിച്ച് വലിച്ച് പതുക്കെ മുകളിലേക്ക് കയറണം. കുത്തനെയുള്ള ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പ്രായാധിക്യത്തില് 55-ാമത്തെ വയസ്സില് രാവിലെയും വൈകുന്നേരവും കയറുന്ന കയറ്റം, ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വരവ് മക്കക്കാരെ വല്ലാത്ത അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. അത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതല്ലേ എന്ന് ചോദിച്ചു നിർത്താനില്ല. 4-5 ദിവസത്തേക്കുള്ള ഭക്ഷണം ഓൾറെഡി കയ്യിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയത്. നമ്മളെ നാട്ടിലെ ഭക്ഷണം പോലെയല്ല. അന്ന് റൊട്ടി, ആ ഉണക്ക റൊട്ടി എന്ന് പറഞ്ഞത് 4, 5, 7 ദിവസം അങ്ങനെ പതുക്കെ പതുക്കെ അതങ്ങനെ കഴിക്കും. വെള്ളത്തിലൊന്ന് മുക്കിയിട്ടൊന്ന് പൊതിർത്തിയിട്ട് പിന്നെ ഇപ്പുറത്ത് നെയ്യുണ്ടാകും, അല്ലെങ്കിൽ തേനുണ്ടാകും. അതാ കാര്യമായിട്ടുണ്ടാകുക. ഇറച്ചി മീനൊന്നും ഉണ്ടാകൂല. അതിലേക്കൊന്ന് കൂട്ടി റെഡിയാക്കിയിട്ട് അതങ്ങ് കഴിക്കും. വെള്ളവും കുടിക്കും. അതൊരാഴ്ചക്കാലൊക്കെ നീണ്ടു നിൽക്കും. അതിനെന്തിനാ എല്ലാ ദിവസവും രാവിലെ പോകുന്നത്, എല്ലാ ദിവസവും വൈകുന്നേരം പോകുന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാകുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ, പടച്ചോനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജബലുന്നൂറിലാണ്, ഇതിന്റെ മുകളിലാണ്. തങ്ങൾ ഭക്ഷണം കഴിച്ചോന്നാവോ? ഒന്ന് പോയി നോക്കി വന്നാ തിരക്കിടില്ലായിരുന്നു. പോകുമ്പോ ചോദിക്കും, നിങ്ങൾ എവിടേക്കാണ്? ഞാൻ ഹിറാ പർവ്വതത്തിലേക്ക്, ഹിറാ ഗുഹയിലേക്കാന്ന് പറയും. അത്രയും മുകളിലേക്ക്. രാവിലെ നിങ്ങൾ തന്നെയല്ലേ പോയത്? രാവിലെ ഞാൻ തന്നെ. ഇന്നലെയും ഞാൻ തന്നെ പോയത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പോകുന്ന ആ പോക്ക്, അത് സ്നേഹത്തിന്റെ വലിയൊരു ഉദാഹരണമായിരുന്നു.
അങ്ങനെയല്ലേ പഴയ കാലത്ത് നിങ്ങൾ നോക്ക്, ഇന്നതൊക്കെ അസ്തമിക്കാണ്. പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പള്ളിയിൽ നിന്നോ മറ്റൊക്കെ ദിക്ർ കഴിഞ്ഞിട്ട് 10 മണി 11 മണിക്ക് വരുന്ന ഉപ്പയെ കാത്തുകൊണ്ട് ഉമ്മ ഭക്ഷണം കഴിക്കാതിരിക്കാണ്. മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് എല്ലാവരോടും ഉറങ്ങാൻ പറഞ്ഞ് ഉമ്മ എന്തെങ്കിലും മാലയോ മൗലിദൊക്കെ ഓതിയിട്ട് ഇങ്ങനെ, ചെറിയ കുട്ടികൾ ഉമ്മാന്റെ അപ്പുറത്തുപുറത്തൊക്കെ ഇരിക്കുന്നുണ്ടാകും, മാല ചൊല്ലും മൗലിദ് ചൊല്ലും. എന്താ ഉമ്മ ഭക്ഷണം കഴിക്കാതെ? ഉപ്പ വരട്ടെ, പാന കാത്തിരിക്കുകയാണ്. എത്ര സമയം വരെ? ഞാനതാ നേരത്തെ പറഞ്ഞു, ഇന്നൊക്കെ സ്വന്തം കാര്യം എന്നുള്ള നിലക്ക് അതൊക്കെ പരിമിതമായി ഒതുങ്ങിപ്പോയി. അപ്പൊ പിന്നെ ആ കണ്ടുപഠിക്കുന്ന സ്നേഹങ്ങളൊക്കെ അസ്തമിച്ചുപോയി. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മക്കക്കാരും ലോകം മുഴുവനും അനുഭവിച്ച സ്നേഹം അത് ചെറിയൊരു സ്നേഹമല്ല. ആ സ്നേഹത്തിനല്ലേ അള്ളാഹുവിൽ നിന്ന് വലിയ സമ്മാനം കിട്ടിയത്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനം കിട്ടിയത് സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ പേരിലാണോ? അല്ല. നിസ്കാരം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലത്ത് നിർബന്ധമായി വന്നിട്ടില്ല. സുന്നത്ത് നിസ്കാരങ്ങളാണ് അന്നുള്ളത്. അത് മഹദി 1-2 സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ മഹദിക്ക് അല്ലാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ ഭാഗമായി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ സമ്മാനം ഉമ്മമാരെ നിങ്ങൾക്കും നേടിയെടുക്കാം. യഥാർത്ഥ നിലക്ക് സ്നേഹജീവിതം നയിച്ചാൽ നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ലാഭമാകും. ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണപാത്രവുമായി ജബലുന്നൂറിന്റെ അടിയിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായിട്ട് വരുന്നുണ്ട്. മുകളിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ വന്നാൽ തങ്ങൾ ഖദീജ ബീവിക്കൊരു സലാം പറയണം. എന്റെ സലാമല്ല, അല്ലാഹു തആല കൊടുത്തയച്ച സലാമാണ്. അല്ലാഹുവിൽ നിന്ന് ഒരു സലാം ഖദീജ ബീവിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല കൊടുത്തയച്ചിരിക്കുന്നു. എന്താണ് ഈ സ്നേഹത്തിന്റെ മർമ്മം? എന്താണ് അല്ലാഹു തആല ഈ സലാം കൊടുക്കുന്നതിന്റെ കാരണം? ഖദീജ റളിയല്ലാഹു അൻഹയുടെ അതുല്യമായ സ്നേഹമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആ സലാം പറഞ്ഞു എന്ന് മാത്രമല്ല, വബശ്ശിർഹാ ബിബൈതിൻ ഫിൽ ജന്ന, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ നല്ല ഒരു സ്നേഹമുള്ള സങ്കേതം, സ്വർഗ്ഗലോകത്ത് നല്ലൊരു ഭവനം, ആ ഒരു സന്തോഷവും അറിയിക്കണം നബിയേ. സ്വർഗലോകത്ത് ഖദീജ ബീവിക്ക് നല്ലൊരു മണിമന്ദിരം അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്. എന്നും തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ദുനിയാവിലെ ഒരു ക്ഷീണവും ഒരു വിഷമവും ഇല്ലാത്ത പൂർണ്ണ സുഖമുള്ള ഒരു കേന്ദ്രം സ്വർഗത്തിലുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ കുന്നിൻ മുകളിലേക്ക്, ജബലുന്നൂറിന്റെ മുകളിലേക്ക് കയറിയെത്തിയപ്പോ ഖദീജ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്നല്ല, ലോകത്ത് മറ്റു മഹദിമാർക്ക് ആർക്കും കിട്ടാത്ത വലിയൊരു സമ്മാനമല്ലേ ഖദീജ റളിയല്ലാഹു അൻഹക്ക് കിട്ടിയത്. അല്ലാഹു നിങ്ങൾക്കൊരു സലാം പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, യജമാനനായ റബ്ബ് നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. സന്തോഷപൂർവ്വം ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്നല്ലാഹ ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീലസ്സലാം. അല്ലാഹുവിന്റെ ഒരു സലാം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളൊക്കെ സൂറത്ത് യാസീൻ, നമ്മളൊക്കെ സൂറത്ത് യാസീൻ ഓതാറില്ലേ? ആ സൂറത്ത് യാസീനിൽ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ അവസാനം എണ്ണുന്നത് എന്താണ്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സ്വർഗത്തില് സ്വർഗക്കാർക്ക് അവർ ഇച്ഛിക്കുന്നതൊക്കെ അല്ലാഹു നൽകുന്നുണ്ട്. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. എല്ലാത്തരം പഴവർഗ്ഗങ്ങളും സ്വർഗത്തിലുണ്ട്. ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ അല്ലാഹു നൽകുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അല്ലാഹു അതിലെ ഏറ്റവും വലിയ അനുഗ്രഹം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൽ നിന്നുള്ള സലാം. മുഅ്മിനീങ്ങൾക്ക് അതിനോളം വലിയ സന്തോഷം വേറെയില്ല. ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സംഗതിയാണത്. അല്ലാഹുവിൽ നിന്നുള്ള സലാം.
അത് ജീവിതത്തിൽ ലഭിച്ച മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. രാവിലെയും വൈകുന്നേരവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണപാത്രവുമായി നടന്ന നടത്തം, ജബലുന്നൂർ കയറിയത് ലാഭമായി. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിന്റെ സലാം കിട്ടിയിട്ടില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം കിട്ടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും കിട്ടിയിട്ടുണ്ട് മലക്കിന്റെ സലാം. ഇത് അല്ലാഹുവിന്റെ സലാമാണ്. അല്ലാഹു തആല കൊടുത്തയച്ച സലാം ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ സ്വർഗ്ഗത്തിന്റെ സന്തോഷവും. എത്ര വലിയ സന്തോഷാണ് ഖദീജ റളിയല്ലാഹു അൻഹക്ക് ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം. ഇനി അതിന് മാറ്റല്ല. അല്ലാഹു തആല ആ വാഗ്ദത്തം ഇനി മാറ്റുന്ന രൂപത്തിലുള്ള വാഗ്ദത്തല്ല, അത് സന്തോഷത്തിന്റെ വാഗ്ദാനമാണ് നൽകിയത്. ഒട്ടും പേടിക്കേണ്ടതില്ല. ജീവിതത്തിന്റെ എല്ലാ വഴികളും ഖദീജ റളിയല്ലാഹു അൻഹ സ്നേഹത്തോടെ നബി തങ്ങൾക്ക് വഴിഞ്ഞൊഴുകിയത്. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരോടും പറയട്ടെ, സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം ആരോഗ്യമുള്ള സമയത്ത് മാത്രം കൂടെ നിൽക്കുക എന്നതല്ല, അനാരോഗ്യ സമയത്തും കൂടെ നിൽക്കാനും സഹായിക്കാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിയണം. ഭാര്യക്ക് സുഖല്ല, പിന്നെ ഒരു നോട്ടം അങ്ങോട്ടില്ല. ഭർത്താവിന് സുഖല്ല, പിന്നെ ഒരു നോട്ടം അങ്ങോട്ടില്ല. ഇത് കഴിഞ്ഞു, ആഫിയത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് നോക്കാനാ? ഇനി എണ്ണിച്ചുട്ടാൽ ഏകദേശം 2 വർഷം 3 വർഷം ഉണ്ടാകും. അല്ല, ജീവിതത്തിന്റെ അവസാനം വരെയുള്ള ആ സ്നേഹം നിലനിർത്തണം. അത് സന്തോഷഘട്ടത്തിലും വേണം, സന്താപഘട്ടത്തിലും വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, പനി ബാധിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഞാനെങ്ങാനും വീട്ടിൽ പോയാൽ തങ്ങളെങ്ങനെ വീട്ടിലേക്ക് വരിക? രാവിലെയും വൈകുന്നേരവും വരും. നോക്കുകയാണെങ്കിൽ എന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വരും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്തിരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും, സന്തോഷ വാക്കുകളൊക്കെ പറയും, റാഹത്തല്ലേ എന്ന് ചോദിക്കും, എല്ലാ വിഷയങ്ങളും അന്വേഷിക്കും. ആ വരവ് തന്നെ ഒരു സന്തോഷമാണ്. പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിൽക്കണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദ പ്രചരണം ഉണ്ടാക്കിയില്ലേ മുനാഫിക്കുകൾ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എതിർത്തോ? ഇല്ല. ആയിഷ ബീവിയെ ഒറ്റപ്പെടുത്തിയോ? ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തിയോ? അതും ഇല്ല. ആയിഷ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നീ ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്തെങ്കിലും വിഷമകരമായ അവസ്ഥകൾ ഉണ്ടായെങ്കിൽ അല്ലാഹു മാപ്പാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല തീരുമാനം തരും. വിഷമിക്കേണ്ടതില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, എന്റെ വിഷയത്തിൽ ഖുർആനിൽ എന്നെന്നും ആളുകൾ ഓതുന്ന ആയത്തിറങ്ങുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്റെ ഒരൊറ്റ കാര്യത്തിൽ തന്നെ അല്ലാഹു തആല ഖുർആനിലൂടെ 18 ആയത്തുകൾ ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് സന്തോഷം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വചനം പോലും സഹോദരങ്ങളെ ആ ഘട്ടത്തിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കൂട്ടുജീവിതത്തിന്റെ സ്നേഹബന്ധത്തില് പ്രാരാബ്ദത്തിലും പ്രയാസഘട്ടങ്ങളിലും കൂടെ നിന്ന് ജീവിക്കാനുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നില്ലേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കക്കാൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് തങ്ങളെ ഒറ്റപ്പെടുത്തിയില്ലേ? അന്ന് തങ്ങളോടൊപ്പം ഉറച്ചു നിന്ന മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത ഘട്ടത്തിൽ ശുഐബ് അബീ ത്വാലിബിൽ തങ്ങൾ മുത്തുനബി തങ്ങളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ എത്ര നല്ല തറവാട്ടുകാരിയാണ്.
മക്കയിലെ നല്ല പ്രാമാണിക പിന്തുണയുള്ള നല്ല സമ്പത്തുള്ള സമ്പന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ഖദീജ ബീവിയെ സ്വന്തക്കാര് വന്ന് ക്ഷണിച്ചിട്ടും ഖദീജ റളിയല്ലാഹു അൻഹ പോയില്ല. എനിക്കങ്ങനെ വീട്ടിൽ വന്ന് നല്ല സുഖജീവിതവും നല്ല ഭക്ഷണവും കിട്ടുമെന്ന് എനിക്കറിയാത്തത് കൊണ്ടല്ല. എന്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശിഅബ് അബീ ത്വാലിബിലല്ലേ തങ്ങൾ കഴിയുന്നത്. തങ്ങൾ കുടിക്കുന്നതും ഭക്ഷിക്കുന്നതും എനിക്കതാണ് വേണ്ടത്. പുല്ല് ഭക്ഷിച്ചല്ലേ അവിടെ കഴിയുന്നത്, ഇലകൾ ഭക്ഷിച്ചല്ലേ അവിടെ കൂടുന്നത്. അതേ രൂപത്തിൽ തന്നെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും തങ്ങളോടൊപ്പം കഴിയുന്നു. ഒരിക്കൽ പോലും എനിക്ക് വീട്ടിൽ പോയി ഒന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന് മഹദി തീരുമാനിച്ചോ? ഇല്ല. ഉമ്മമാരെ, പ്രാരാബ്ദങ്ങൾ ജീവിതങ്ങളിൽ വരും, കഷ്ടപ്പാടുകൾ വരും, പ്രതിസന്ധി ഘട്ടങ്ങളുള്ള അവസ്ഥകൾ വരും. ഭർത്താക്കന്മാർക്ക് അങ്ങനെ അവസ്ഥകൾ വരുമ്പോ പിന്തുണയേകി സന്തോഷമേകി കൂടെ നിൽക്കണം. അതേ ഭാര്യമാർക്ക് പ്രയാസഘട്ടങ്ങൾ വരുമ്പോ സന്തോഷമേകിയിട്ട് അവരെ കൂടെ നിൽക്കണം. രണ്ട് ഘട്ടങ്ങളിലും കൂടെ നിൽക്കുന്ന സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹജീവിതം എന്ന് പറയുന്നത്. ജീവിക്കാൻ നല്ല അവസ്ഥകളും അവസരങ്ങളും ഉണ്ടാകുമ്പോ മാത്രം കൂടെ ഒരുമിച്ച് നിന്ന്, അല്ലാത്ത സമയത്ത് ഒറ്റപ്പെടുത്തി ജീവിക്കുന്ന ജീവിതം അത് സ്നേഹജീവിതം എന്നതിന് പറയാനില്ല. താല്പര്യമുള്ള സ്വാർത്ഥതയുള്ള ജീവിതം എന്നേ അതിന് പറയാനുള്ളൂ. എല്ലാ ഘട്ടങ്ങളിലും സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ ദുനിയാവിൽ അങ്ങനെ പൊരുത്തത്തോടെ ജീവിക്കുമ്പോ നാളെ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ആ സന്തോഷ ജീവിതം കൊടുക്കുന്നു. അതേ സമയത്ത് ഭക്ഷണവും മറ്റുമൊക്കെ കഴിച്ച് ഇവിടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നുണ്ട്, അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കാതെ തോന്നുന്ന ജീവിതം, വിശ്വാസരാഹിത്യവും കാപട്യമൊക്കെ നിറഞ്ഞിട്ടുള്ള ജീവിതമാണെങ്കിൽ അല്ലാഹു തആല ഉദാഹരിച്ച രണ്ട് നല്ല സഹോദരിമാരുടെ ഉദാഹരണം നമുക്കെപ്പോഴും ചിന്തിക്കാനുള്ളതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും രണ്ട് ഭാര്യമാർ. അവര് രണ്ടുപേരും സഹോദരങ്ങളെ നരകത്തിലാണ്. അവരിൽ നിന്നുണ്ടായ മക്കൾ നോക്ക് നിങ്ങൾ, ആ മക്കള് വരെ സ്വർഗത്തിലാണ്. പക്ഷെ എന്തേ ആ രണ്ട് പെണ്ണുങ്ങളും നരകത്തിലാകാൻ കാരണം? അവരുടെ ഭർത്താക്കന്മാർക്ക് അവര് വഞ്ചന നടത്തി, ഭർത്താക്കന്മാർക്ക് അനുസരണക്കേടുണ്ടാക്കി, സ്വന്തം സമൂഹത്തിലെ ആളുകളെ ഇഷ്ടപ്പെടുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഭർത്താക്കന്മാർക്ക് അല്ലാഹു വലിയ ദർജയായ നുബുവത്തിന്റെ പദവി കൊടുത്തിട്ടും ആ ഭർത്താക്കന്മാര് പറയുന്ന ഈമാനിലും ഇഖ്ലാസിലും ജീവിക്കാതെ ഭർത്താക്കന്മാരെ നുബുവത്തിൽ വരെ അവര് സംശയം പ്രകടിപ്പിച്ചു. അല്ലാഹു തആല പറഞ്ഞു, നാളെ ആഖിറത്തില് ഈ ഭർത്താക്കന്മാരെ പേര് പറഞ്ഞ ഭാര്യമാർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. അവര് കാലാകാലം നരകത്തിലാണ്. വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ. നരകത്തിൽ പ്രവേശിക്കാനല്ലേ അവരോട് കൽപ്പിക്കപ്പെട്ടത്. നല്ല റാഹത്തോടെയുള്ള അനുസരണത്തോടെയുള്ള ജീവിതം അല്ലാഹു കൊടുത്തിട്ട് അതിലൂടെ ദുനിയാവിൽ നല്ല നിലക്ക് ജീവിച്ച് ആഖിറം സമ്പാദിക്കുന്നതിന് പകരം ഭർത്താക്കന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത നുബുവത്തിലും ഇലാഹിയായ വിശേഷണങ്ങളിലും സംശയം പ്രകടിപ്പിച്ച് ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് ഭർത്താവിനെ എതിർക്കുന്ന ആളുകളുടെ കൂടെ കൂടിയിട്ട് കാര്യങ്ങൾ അവര് പറയുന്നതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചു നിന്നപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസവല്ലരിയിൽ നിന്ന്, വിശ്വാസത്തിന്റെ വീതിയിൽ നിന്ന് ആ രണ്ട് സഹോദരിമാരെയും അകറ്റി നിർത്തി. അതെപ്പോഴും ഉദാഹരണമായി നമുക്ക് അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട രണ്ട് ഉദാഹരണങ്ങളാണ്. അതേ സമയത്ത് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, ഉമ്മമാരെ, രണ്ട് സ്ത്രീകളുടെ ഉദാഹരണങ്ങൾ
ഈമാനിലും തഖ്വയിലുമായി ജീവിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചെയ്ത് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വലിയ പദവി കൊടുക്കുന്ന രണ്ട് സഹോദരിമാര് പരീക്ഷണ ഘട്ടങ്ങളിലും വിശ്വാസം കഴിയിക്കാതെ ഉറച്ച നിലപാടോടെ നിന്ന ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ കൊട്ടാര സമാനമായ ജീവിതം നയിച്ചിട്ടും ഈമാനിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കാതെ അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. എത്ര സുഖജീവിതാണ് ആസിയ ബീവിക്ക് കിട്ടിയിരുന്നത്. സ്വന്തം ഒരു കാര്യവും ആസിയ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യണ്ട. അതിനൊക്കെ ഇഷ്ടം പോലെ സേവകന്മാരുണ്ട്, പരിപാലകരുണ്ട്, തോഴന്മാരുണ്ട്, തോഴികളുണ്ട്. അത്രയും സുഖജീവിതം നയിക്കുന്ന ബീവി ആയിഷ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ചു. സ്വന്തം ഭർത്താവായ ഫിർഔനിന്റെ വിശ്വാസത്തിനെതിരെ ശബ്ദിച്ചു. നിങ്ങൾ വലിയ രാജാവൊക്കെ തന്നെ, പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത നടപടി ശരിയല്ല. എന്റെയും നിങ്ങളുടെയും ഇലാഹ് ഏകനായ അള്ളാഹുവാണ്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവാണ്. മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ കിട്ടിയിട്ടും ആസിയ ബീവി റളിയല്ലാഹു അൻഹ മാറാതെ ക്ഷമിച്ചു നിന്നു. അവസാനം ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആസിയ ബീവി റളിയല്ലാഹു അൻഹ വിടവാങ്ങിപ്പോയി. സൗന്ദര്യം എത്ര അധികം അല്ലാഹു തആല കൊടുത്തിട്ടും ഒരാൾക്കും അത് പണയപ്പെടുത്താതെ ഭക്തിയോടെ ജീവിച്ച മഹതിയായ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറഞ്ഞതുപോലെ അല്ലാഹു തആല ഖുർആനിൽ പലയിടങ്ങളിലായി പറഞ്ഞൊരു ചരിത്രമില്ല. 7 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? നല്ല ഭക്തിപൂർവമുള്ള ജീവിതം. ജീവിതത്തിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല തന്നിട്ടും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിയുന്നില്ലേ? അത് പരാജയമാണ്. ജീവിക്കാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് തന്നു. ഇനി നമ്മൾ മുതലെടുക്കേണ്ട, നമ്മൾ സമ്പാദിക്കേണ്ട ഒരു സമ്പാദ്യം എന്താണ്? തഖ്വയാണ്. അവിടെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്ക് ഏറ്റവും വലിയ പാഠമായി മാറുന്നത്. അത്ര നല്ല സൗന്ദര്യവും സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ട് ഒരാളെ മുന്നിലും ആ സൗന്ദര്യം പണയം വെക്കാതെ, ഒരാളെ മുന്നിലും തഖ്വയിൽ നിന്ന് ഒരല്പം പോലും തെറ്റാതെ, ഒരു വാക്കിൽ പോലും തഖ്വയിൽ നിന്ന് തെറ്റാതെ മാറാതെ ജീവിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈമാനുള്ളവർക്ക് വലിയ ഉദാഹരണമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അവിവാഹിതയായി ജീവിച്ച മഹദിക്ക് അല്ലാഹു വലിയ സന്തോഷം നൽകിയില്ലേ? ആ സന്തോഷമല്ലേ ബഹുമാനപ്പെട്ട മസീഹ് ഈസാ അലൈഹിസ്സലാം? വലിയ സന്തോഷല്ലേ ആ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു നൽകിയത്? മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അവരെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകി. ഇനി ജീവിതത്തിന്റെ വലിയ സമ്പാദ്യം എത്ര നാളുകളാണോ നമ്മളെ മുന്നിലുള്ളത്, ആ നാളുകളിൽ നമ്മൾ നേടിയെടുക്കേണ്ട സമ്പാദ്യം അത് തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ജീവിതമാണ്. മരിക്കുന്ന നേരത്ത് മുത്തഖിയായി മരിക്കണം. റബ്ബദിന് തൗഫീഖ് നൽകട്ടെ. മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് എല്ലാ കാലങ്ങളിലും വലിയ മൂല്യമുണ്ട്. എത്ര വലിയ അപകടം പിടിച്ച സമയത്തുള്ള ജീവിതത്തിലും നമ്മുടെ കയ്യിലുണ്ടാകേണ്ട സമ്പാദ്യം അത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ തഖ്വ അവരുടെ വാക്കിലും നോക്കിലും നോട്ടത്തിലും ഇരുത്തത്തിലും എല്ലാ രംഗങ്ങളിലും നിയലിക്കുന്ന തഖ്വയാണ്. കണ്ടില്ലേ നിങ്ങൾ? ഏതെങ്കിലും ഒരു അന്യ ആണിനെ കാണുമ്പോഴേക്ക്, ഏതെങ്കിലും ഒരു അന്യ പെണ്ണിനെ കാണുമ്പോഴേക്ക് നമ്മുടെ തഖ്വ നഷ്ടപ്പെട്ടുകൂടാ. ഒറ്റ
ഒറ്റക്ക് താമസിക്കുന്ന ബെത്ലഹേമിന്റെ മുകളില് ഒരു ചെറിയ ടെന്റ് കെട്ടി മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിലായി കഴിയുമ്പോ ടെന്റിന്റെ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടപ്പോ പുറത്തിറങ്ങി എന്താ ശബ്ദമെന്ന് നോക്കാൻ വേണ്ടി നല്ല അഴകുള്ള ശരീരത്തില് നല്ല ഒരു പൂർണ്ണ മനുഷ്യരൂപത്തില് വെള്ള വസ്ത്രം ധരിച്ച് ഒരു ചുളിവുമില്ലാത്ത നല്ല ക്ലീനായ വസ്ത്രം ധരിച്ച് നല്ല കമനീയമായ മുഖത്തോടെ നല്ല സുന്ദരനായ ചെറുപ്പക്കാരന്റെ വേഷത്തില് കാണാൻ നല്ല പക്വതയുള്ള ഒരാളെ വേഷത്തില് ഒരു അന്യ ശരീരം എന്ന നിലക്ക് പുറത്തൊരാളെ കണ്ടപ്പോഴേക്ക് മഹദിയുടെ തഖ്വ തുളുമ്പി വന്നു. കണ്ടപാടെ പറഞ്ഞില്ലേ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. നിങ്ങൾ തഖ്വയുള്ള ആളാണെങ്കിൽ ഒന്ന് മാറിപ്പോകണേ. ഞാൻ ഈ മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കാനും സംവദിക്കാനും എന്റെ ശരീരം നോക്കാനും ആസ്വദിക്കാനും വരരുത്. ഞാൻ ഇവിടെ ഒറ്റക്കാണ് താമസിക്കുന്നത്. തഖ്വയുള്ള ആളാണോ? പടച്ച റബ്ബിൽ ഈമാനും വിശ്വാസവും ഉള്ള ആളാണോ? നിങ്ങൾ മാറിപ്പോകണമെന്ന് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ വാക്കതാണ്. മേൽവിലാസം ചോദിച്ചില്ല, നാടേതാണെന്ന് ചോദിച്ചില്ല, നമുക്കൊരുമിച്ച് ജീവിക്കാമോ എന്ന് ചോദിച്ചില്ല. ഏറ്റവും ആദ്യം പറഞ്ഞ കമന്റ് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. തഖ്വയുള്ള ആളാണെങ്കിൽ മാറിപ്പോകണേ. ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പോഴാണ് ആ വന്ന രൂപം പറഞ്ഞത്, പേടിക്കണ്ട, ഇന്നമാന റസൂലു റബ്ബികി ലിഅഹബലകി ഗുലാമൻ സക്കിയാ. നിങ്ങൾക്ക് എന്റെ രൂപം കണ്ടപ്പോ മനുഷ്യ രൂപത്തിൽ വന്ന ഒരാളാണെന്ന് കരുതിയല്ലേ? ഞാൻ റബ്ബിന്റെ ദൂതനായ മലക്കാണ്. ഞാൻ നിങ്ങളുമായി ഒത്തു താമസിക്കാൻ വന്നതല്ല. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞപ്പോ അത് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാനുണ്ട്. പടച്ച റബ്ബ് നിങ്ങൾക്കൊരു സന്തോഷമുള്ള നല്ല സംശുദ്ധനായ ഒരു കുട്ടിയെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് പറയാൻ വേണ്ടി വന്നതാണ്. ഒട്ടും വിഷമിക്കേണ്ടതില്ല. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായുള്ള ജീവിതം ജീവിക്കുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് ഗർഭധാരണം ഉണ്ടായപ്പോ അല്ലാഹു തആല മലക്കിൽ നിശ്ചയിച്ച മന്ത്രവചനങ്ങളൊക്കെ ഉരുവിട്ട് അഭൗതികമായ രൂപത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സന്ദർഭം വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് നൊമ്പര വേദന അനുഭവപ്പെട്ടപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് വിഷമാവസ്ഥ വന്നപ്പോ അല്ലാഹു തആല മലക്കിനെ വിട്ട് വീണ്ടും സന്തോഷം കൊടുത്തില്ലേ? ഒന്നും വിഷമിക്കേണ്ടതില്ല. തഖ്വയിൽ അധിഷ്ഠിതമായിട്ടല്ലേ നിങ്ങളെ ജീവിതം. നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യം വരുമ്പോ ഉണങ്ങിയ ഈത്തപ്പന മട്ടല് കണ്ടില്ലേ? അതിന്റെ മരത്തടി കണ്ടില്ലേ? ഒന്ന് പിടിച്ച് നിങ്ങളൊന്ന് കുലുക്കിയാൽ മതി. നിങ്ങളെ കരസ്പർശം അതിലേക്ക് സ്പർശിക്കുമ്പോഴേക്ക് നല്ല പാകമായ പഴങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. നിങ്ങളെ നേരെ താഴ്ഭാഗത്ത് അല്ലാഹു കുടിക്കാൻ നല്ല ഒരു അരുവിയെ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാം, കായ്ക്കനികൾ ഭക്ഷിക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നാട്ടുകാരൊക്കെ വന്നിട്ട് മറിയം ബീവിയെ എവിടുന്നാണ് നിങ്ങൾക്ക് കുട്ടിയുണ്ടായത് എന്ന് പറഞ്ഞ് പലരും ചീത്ത വിളിച്ചപ്പോ ചീത്ത വിളിച്ച ആളുകളെ നല്ല ആളുകളാക്കി മാറ്റിയത് എങ്ങനെയാണെന്നറിയോ? അതേ, തഖ്വയുള്ളവർക്കൊരു സ്വഭാവമുണ്ട്. ചീത്ത വിളിക്കുന്നത്, അവർക്ക് അതേ ഭാഷയിൽ ചീത്ത പറയുന്നത് അത് തഖ്വയുടെ യോജിപ്പല്ലല്ലോ. അതേ, അവർ ചീത്ത വിളിക്കുന്നത് അവര് വിളിച്ചോട്ടെ. സത്യം അവർക്ക് അല്ലാഹു മനസ്സിലാക്കി കൊടുത്തുകൊള്ളും. മൗനം പാലിച്ച് ക്ഷമിക്കുന്ന സഹനത്തിന്റെ ശൈലിയല്ലേ സ്വീകരിച്ചത്? നിങ്ങൾ എത്ര ചീത്ത വിളിച്ചാലും എന്റെ ബാപ്പ
ബാപ്പയെ പറഞ്ഞാലും എന്റെ ഉമ്മയെ പറഞ്ഞാലും എന്റെ സഹോദരനായ നല്ല മനുഷ്യനായ ഹാറൂനെ പറഞ്ഞാലും നിങ്ങളോട് ഞാനൊരു മറുപടിക്കുമില്ല. ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചപ്പോഴാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. എത്ര വലിയ ബഹുമാനമാണ് ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് അല്ലാഹു നൽകിയത്. അവര് ബാപ്പക്ക് ചീത്ത വിളിച്ചു, ഉമ്മക്ക് ചീത്ത വിളിച്ചു, എന്തെല്ലാം പറഞ്ഞു. ബാപ്പ സാധാരണ ഒരാളാ സഹോദരങ്ങളെ, നമ്മളെ ബാപ്പാരെ പോലൊക്കെ നാട്ടിൽ ജീവിച്ചങ്ങ് മരിച്ചാളാ. ബൈത്തുൽ മഖ്ദിസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും പേര് മായ്ക്കപ്പെടാൻ കഴിയാത്തതിന്റെ ഖാദിമായി ജീവിച്ച മഹാനാണ് ഇമ്രാൻ എന്ന് പറയുന്ന മഹാൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപ്പ സാധാരണ ആളല്ലത്. ഹന്നത്ത് ബീവി എന്ന് പറയുന്ന ഉമ്മ, ആ ഉമ്മാനെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ഉമ്മയാണത്. ആ ഉമ്മാന്റെ നേർച്ച അള്ളാഹു സ്വീകരിച്ച സംഭവം അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഒരു സാധാരണ ഉമ്മയല്ല. ഈ സ്വാലിഹത്തായ ഉമ്മാന്റെയും സ്വാലിഹായ ഉപ്പാന്റെയും നല്ല ഈ പെൺകുട്ടിയെ ഈ രൂപത്തിൽ ബാപ്പാനെയും ഉമ്മാനെയും പറഞ്ഞിട്ടൊക്കെ ചീത്ത പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാതെ ക്ഷമിച്ചു നിന്നപ്പോ അല്ലാഹു തആല കൊടുത്ത പകരം കണ്ടോ. തൊട്ടിലിൽ കിടക്കുന്ന ഒരാഴ്ച പ്രായം തികയാത്ത ആ കുഞ്ഞ് തൊട്ടിലിന്റെ ഉള്ളിൽ വെച്ച് സ്ഫുടമായ ഭാഷയിൽ അവർക്ക് മറുപടി കൊടുത്തു. ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. നീണ്ട മറുപടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ ഞാനൊരു ജാരസന്തതിയല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. പലരും പറയുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ ഒരു പുത്രനല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല, ദൈവത്തിന്റെ സങ്കല്പവുമല്ല, ദൈവത്തിന്റെ പ്രതിപുരുഷനുമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു എന്നോട് നിസ്കാരവും സക്കാത്തും ഒക്കെ അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വബറം ബിവാലിദതി, എന്റെ മാതാവിന് ഗുണം ചെയ്ത് ജീവിക്കണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ഞാനൊരു സാധാരണ ആളാണെന്ന് നിങ്ങൾ കരുതരുത്. മറുപടി അങ്ങ് കിട്ടിയപ്പോഴേക്ക് ഈ മനുഷ്യന്മാരൊക്കെ മറിയം ബീവിന്റെ കാൽക്കൽ വീണ് പശ്ചാത്തപിച്ചില്ലേ, ഞങ്ങളോട് മാപ്പാക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. എത്ര പെട്ടെന്നാ നോക്ക് നിങ്ങൾ അവരെ നന്നാക്കിയത്. മുത്തഖിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നല്ല സ്വഭാവം കൊണ്ട്, നല്ല കാപ്പാലികരായി കോപം തുള്ളി വന്നിട്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ടെന്റൊക്കെ പൊളിച്ചു മാറ്റി പ്രതിഷേധിച്ച ജനങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു മണിമാളിക കെട്ടിത്തരാം, വേണ്ട. ഒരു സ്വർണത്തിന്റെ വീടുണ്ടാക്കി തരാം, വേണ്ട. എന്റെ പഴയ ടെന്റ് തന്നെ കെട്ടിത്തന്നാൽ മതി. അവര് മാപ്പ് പറഞ്ഞു, അവര് നന്നായി നല്ലവരായി തിരിച്ചുപോയി. അത് നമുക്കൊക്കെ ഒരു പാഠമാണ്. മുത്തഖീങ്ങളായി ജീവിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.